വരുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും കടുത്തുരുത്തി UDFിൻ്റെ ഉരുക്ക് കോട്ടയാണ്. ആ UDFിൻ്റെ ഉരുക്ക് കോട്ട സംരക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. അതാര് മത്സരിക്കാൻ വന്നാലും അവരെ പരാജയപ്പെടുത്തി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ കടുത്തുരുത്തിയുടെ MLA UDFിൻ്റെ സർക്കാരിന് വേണ്ടി കൈ ഉയർത്താൻ നിയമസഭയിലുണ്ടാകും. സർക്കാർ ഒരു ചെറുപേരുടെ ഒരു അനക്കില്ല. MLA ഫണ്ടിൽ നിന്ന് അപ്പച്ചൻ 10 ലക്ഷം രൂപ കൊടുത്തു. 1 കിലോമീറ്റർ 300 മീറ്റർ അത് ഇട്ടു. ഡീൻ കുര്യാക്കോസ് MP, കോൺഗ്രസിൻ്റെ MP ഡീൻ കുര്യാക്കോസ് 8 ലക്ഷം രൂപ കൊടുത്തു. അടുത്ത സ്ട്രെച്ച് പണിതുകൊണ്ടിരിക്കുക. വീണ്ടും ഒരു സ്ട്രെച്ചോടെ പണിയാനുണ്ട്. സർക്കാർ അനങ്ങിയിട്ടില്ല. അടുത്തത് പാർലമെന്റ് ഇലക്ഷൻ ഫ്രാൻസിസ് ജോർജ്. അപ്പോൾ പറഞ്ഞു കോട്ടയം പാർലമെന്റിലേക്ക് ജോസ് കെ മാണിയുടെ പാർട്ടിയും ഇടതുപക്ഷവും കൂടെ ചേർന്നാൽ പിന്നെ വേറെ ആർക്കും കാല് കുത്താൻ പോലും പറ്റില്ല. എല്ലാവരും നാട് വിട്ടണം. പിന്നെ ഞങ്ങൾ അല്ല മൊത്തം അവരുടെ കയ്യിലായി. ഇതായിരുന്നു ചിന്ത. പാർട്ടി ചെയർമാൻ PJ ജോസഫിൻ്റെ മകൻ അബു ജോൺ ജോസഫും പാർട്ടിയുടെ തന്നെ കരുത്തനായ ഒരു നേതാവ് മോൻസ് ജോസഫും നിങ്ങൾ പരസ്പരം കലഹിക്കുകയാണെന്നും തമ്മിൽ കണ്ടാൽ മുഖം തിരിച്ചു പോകുമെന്നും കടുത്തുരുത്തിയിൽ സീറ്റ് നിഷേധിച്ചാൽ മാണി ഗ്രൂപ്പിൽ ഒരു സീറ്റിന് വേണ്ടി മോൻസ് ജോസഫ് പ്രത്യേക ദൂതനെ അയച്ചു എന്നും വരെ ചില ഫേസ്ബുക്ക് ഓൺലൈൻ ചാനലുകളിലൊക്കെ കണ്ടു. എന്നെ ഇപ്പം ആക്രമിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞ മോൻസ് ജോസഫ് എന്നോട് എന്തോ ഒരു സ്നേഹം, എന്നോട് സ്നേഹം വലിയ സ്നേഹം വേറെ കുറച്ച് ഐറ്റം കേട്ടോ. മോൻസ് ജോസഫ് ജോസഫിന് വേണ്ടി ഇത്രയും കാലമൊക്കെ നിന്നിട്ട് ഇപ്പം പുള്ളീനെ കൈവിട്ടിട്ട് അബു ജോൺ ജോസഫിനെ പ്രൊമോട്ട് ചെയ്ത് പെട്ടെന്ന് പാർട്ടിയുടെ തലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ പറ്റും. ഇത് പാർട്ടി പ്രവർത്തകർ ജോസഫ് ഉറുപ്പാനല്ല, കേരള കോൺഗ്രസ് ഞങ്ങളുടെ ഇരിക്കണമല്ല, അപ്പുറത്തേക്കുന്നവർക്ക് വിഷമം. കടുത്തുരുത്തിയുടെ പ്രിയങ്കരനായ MLA, യഥാർത്ഥ കേരള കോൺഗ്രസിൻ്റെ ഒരു അറിയപ്പെടുന്ന നേതാവ് PJ ജോസഫ് എന്ന രാഷ്ട്രീയ ആചാര്യൻ്റെ മകനും കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററുമായ അബു ജോൺ ജോസഫ്, നിങ്ങളെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ഈ വേദിയിൽ കാണാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷം. രണ്ടുപേർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കടുത്തുരുത്തിയിൽ 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA ആണെന്ന്. 1996 ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അന്ന് പ്രിയപ്പെട്ട ജോസഫ് സാറാണ് KSCയുടെ നേതാവായിരുന്ന അങ്ങേ കടുത്തുരുത്തിയിൽ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന മോൻസ് ജോസഫിനെ കടുത്തുരുത്തിയിൽ മത്സരിപ്പിക്കുമ്പോൾ അന്ന് അവിടെ നടന്ന ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. ഒരർത്ഥത്തിൽ അതൊരു ത്രികോണ മത്സരമായിരുന്നു എന്ന് പറയാം. PM മാത്യു TM ജേക്കബിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, UDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി, പിന്നെ ഒരു PC തോമസ്. ഈ PC തോമസ് എന്നേതാണ്ട് ഒരു 20,000-ലേറെ വോട്ട് പിടിച്ചിരുന്നു. തീരെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കന്നിയംഗത്തിൽ താങ്കളുടേത്. 15,166 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് നിയമസഭയിലേക്ക് പോയത്. ആദ്യ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ആ ഒരു അനുഭവം എന്ന് പറയാമോ? ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം കഴിഞ്ഞ് ആ ഒരു കാലഘട്ടത്തിൻ്റെ തീവ്രതയിൽ നിൽക്കുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉള്ള ഒരു സജീവതയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചെറിയവർക്ക് ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നിൽക്കുന്ന സമയമാണ്. അത് ഞങ്ങൾ KSC വളരെ ആക്റ്റീവായിരുന്നു. KSCയും KSC ടീം ആക്റ്റീവായിരുന്നു. അതും KSC മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്ന് വളരെ ആക്റ്റീവായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ PJ ജോസഫ് സാറ് യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. അതുകൊണ്ട് സാറ് യൂത്ത് ഫ്രണ്ട് KSC ഇതിനെല്ലാം പ്രത്യേകമായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്കതൊരു വലിയ അനുഗ്രഹമായിരുന്നു. സാറിൻ്റെ ഒരു ലീഡർഷിപ്പ്, ഒരുപാട് ഐഡിയാസ് ഉണ്ട്, സാറിന് നല്ല കാഴ്ചപ്പാടുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. അപ്പം അങ്ങനെ വളരെ ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ലീഡർഷിപ്പിൻ്റെ കീഴിലായതുകൊണ്ട് നമുക്കൊരു സുഖമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്യുന്നതിനകത്തുമൊക്കെ സാറിൻ്റെ ഒരു അഡ്വൈസ് ഉണ്ട്. അപ്പം പാർട്ടി യോഗങ്ങളിൽ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോൾ ഓരോ പുതിയ പിന്നെ പ്രോഗ്രാം ഒരു ആശയം സാറോടെ പറയും, ഒരാശയം പറയും, ഒരു പ്രോഗ്രാമിലേക്ക് അത് എത്തിക്കും. അപ്പോൾ അത് നമ്മൾ പിന്നെ ആ പ്രോഗ്രാം എങ്ങനെ നടത്താമെന്നുള്ളതിനെക്കുറിച്ച് പോകുന്ന രീതി. അപ്പം അങ്ങനെ ആവേശപൂർവ്വം നിൽക്കുന്ന ഒരു സമയത്ത് സീറ്റ് കിട്ടിയത് തീർച്ചയായിട്ടൊരു വലിയ അനുഗ്രഹമായി. കാരണം നമുക്ക് ആ ഒരു എല്ലാ തീവ്രതയോടും കൂടി ആ ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ഇലക്ഷൻ വർക്കാണ്. നമുക്ക് പരിചയമില്ലല്ലോ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഇലക്ഷൻ്റെ ക്യാമ്പയിനിൽ സജീവമായിട്ട് നിൽക്കാറുണ്ട്, പ്രസംഗിക്കാൻ പോവുക, പ്രസംഗിക്കുക ഇലക്ഷൻ. ഞാൻ അതിന് തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ജെ ലൂക്കോസാണ് അന്ന് കടുത്തുരുത്തിയിൽ കാൻഡിഡേറ്റ് ആവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ സമയം നമ്മൾ അതിനകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്ത് ഇതിൻ്റെ ഒരു പിന്നെ ഇലക്ഷൻ പിന്നെ പ്രവർത്തന രീതിയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. എങ്കിലും നമ്മൾ കാൻഡിഡേറ്റ് ആകുമ്പം വരുന്നൊരു സാഹചര്യം വ്യത്യസ്തമാണ്. അതൊരു ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴത്തേക്കും അതെ. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിദ്യാർത്ഥി സംഘടന, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം എന്ന നിലയിൽ സീറ്റ് കിട്ടിയതും തീർച്ചയായിട്ടും യുവാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം പാർട്ടി അംഗീകരിക്കുന്നു. നമ്മുടെ മോഹൻദാസ് എം പി ആയതും ഇതുപോലെ കെ മോഹൻദാസ് എം പി സ്ഥാനത്തേക്ക് വരുന്നത് KC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. KC പ്രസിഡന്റ് ആയിരിക്കും മാത്രമല്ല മോഹൻദാസിന്റെ വലിയൊരു ഇതുകൊണ്ട് മോഹൻദാസിന്റെ വിവാഹം നടക്കുകയാണ്. അപ്പൊ ഈ വിവാഹത്തിൽ പിന്നെ പി ജോസഫ് സാർ അടക്കം പങ്കെടുക്കാൻ പറ്റിയില്ല, ഡൽഹിയിലായിരുന്നു. കാരണം ഡൽഹി എന്ന് പറഞ്ഞാൽ പോയത് നമ്മുടെ അന്ന് ഇന്ദിരാഗാന്ധിയുടെ സീറ്റ് ചർച്ചയുടെ വലിയ കോളിലൊക്കെ നടക്കുക, 3-ാം സീറ്റിന് വേണ്ടി. അപ്പൊ കേരള കോൺഗ്രസിന്റെ യോജിപ്പാണ് 2 സീറ്റ്, ഒന്ന് ജോസഫിനും ഒന്ന് മാണിക്കും എന്ന് പറഞ്ഞ് കരുണാകരൻ സമ്മതിച്ച് നിൽക്കുന്നു. പക്ഷേ അതിനുശേഷം 3-ാമതൊരു സീറ്റ് കൂടെ കേരള കോൺഗ്രസ് ചോദിക്കുകയാണ്. ആ 3-ാമത്തെ സീറ്റിന് വേണ്ടി വന്നപ്പോൾ അന്ന് കെ കരുണാകരനും ഇവിടുത്തെ ലീഡർഷിപ്പ് ഒന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ ഡൽഹി പോവാണ്. ഡൽഹി പോയി ഇന്ദിരാഗാന്ധിയായിട്ട് കണ്ട് ഈ 3-ാമത്തെ സീറ്റിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലും വടംവലിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കല്യാണത്തിന് ഇവിടെ കൂടാൻ പറ്റില്ല. മോഹൻദാസ് അന്ന് ഞങ്ങളൊക്കെ വളരെ ചെറുപ്പം, പക്ഷെ കെ മോഹൻദാസിന് ഇതുപോലെ സങ്കടമില്ല. കാരണം പുള്ളിക്ക് നേതാക്കന്മാരും വന്നില്ല, എല്ലാവരും ഡൽഹി എല്ലാവരും ഡൽഹിയിലാണ്. പ്രമുഖ നേതാക്കളാരും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിനുള്ള പിണക്കവും പരിഭവവും എല്ലാം പുള്ളി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു. രാത്രി ഒരു മണിയറയിലേക്ക് പോയതിനു ശേഷമാണ് പാതിരായ്ക്ക് വാർത്ത വരുന്നത്, മുകുന്ദപുരം സീറ്റ് കേരള കോൺഗ്രസിന് കിട്ടും. ഫോം വിളിച്ചിട്ട് അവിടുത്തെ അന്നത്തെ ജില്ലാ ഒരു ഭാരവാഹിയെ, കാരണം അന്ന് പാർലമെന്റ് സീറ്റ് അവിടുത്തെ ഇന്ദിരാഗാന്ധി ഡിസ്കഷനിൽ 3-ാമത്തെ അന്ന് PC അലക്സാണ്ടർ ഉണ്ട്, ഡോക്ടർ PC അലക്സാണ്ടർ ആണ് അന്ന് എല്ലാ കാര്യവും ഇന്ദിരാഗാന്ധിയുടെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറി. കോർഡിനേറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം അദ്ദേഹത്തെ ബന്ധം, ജോസഫ് സാറോട് നല്ല ബന്ധുവായിരുന്നു. അപ്പോൾ അങ്ങനെ 3-ാമത്തെ സീറ്റ് മുകുന്ദപുരം കേരള കോൺഗ്രസിന് എന്ന് പറഞ്ഞ് ധാരണയാവുന്നു. ആ 3-ാമത്തെ സീറ്റിന്റെ പേര് ജോസഫിന് നിർദ്ദേശിക്കാം എന്നതിലേക്ക് പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര ധാരണ വരുന്നു. സാർ അപ്പം തന്നെ മുകുന്ദപുരം സീറ്റിന്റെ ഒരു സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട് എല്ലാ സമവാക്യങ്ങളും പാലിക്കപ്പെടണമല്ലോ, അതെല്ലാം വെച്ച് കരുണാകരൻ്റെയൊക്കെ ഒരു തട്ടവും കൂടെയാണല്ലോ. അപ്പോൾ അത് കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ വന്നപ്പം പാർട്ടിയിൽ നിന്ന് കെ മോഹൻദാസിന്റെ പേരാണ് അല്ല ഈ മോഹൻദാസിന്റെ പേര് വരുമ്പോഴേ ഈ മോഹൻദാസൻ എന്ന അവിടുത്തെ ജില്ലാ പ്രസിഡന്റുമായിട്ടൊരു ചെറിയ ഒരു ഉടക്കുണ്ട്. അപ്പം ഈ ജില്ലാ പ്രസിഡന്റ് രാവിലെ കല്യാണത്തിന് പോയി. അപ്പം പുള്ളി എന്തോ കളിയാക്കൊന്നും ചെയ്തു, എടാ നേതാക്കന്മാരും വന്നില്ലല്ലോ. അപ്പം മോഹൻദാസ് ആകെ മൂടോട്ടോട്ടിരിക്കുക. ഇപ്പം ഈ മണിയറയിൽ കയറി എന്ന് പറഞ്ഞില്ലേ, അതേ സമയത്താണ്. അപ്പം അവിടെ എങ്ങും ഫോണില്ല. അപ്പം ഈ ജില്ലാ പ്രസിഡന്റിന്റെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥി, ഒന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് വണ്ടി എടുത്ത് വീട്ടിൽ പോയി മോഹൻദാസിനെ വിളിച്ചിറക്കിയിട്ട്, എടാ നീ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ്, കളിയാക്കരുത് കേട്ടോ, മുഖം അടച്ച് ഞാൻ ഓർമ്മ. പുള്ളി വിശ്വസിച്ചില്ല ആദ്യം, പുള്ളി സ്ഥാനാർത്ഥി. KSയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുന്ന മോഹൻദാസ് കല്യാണത്തിന്റെ അന്ന് രാത്രി വിളിച്ചിട്ട് നീ അടുത്ത പാർലമെന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ മോഹൻദാസ് വിശ്വസിച്ചില്ല. പുള്ളി കളിയാക്കാൻ പറഞ്ഞ വിശ്വസിച്ചു. പുള്ളി പറഞ്ഞു ഞാൻ അടിവെച്ച് തരും, ഞാൻ വീട്ടിൽ പോക്കും. അല്ല ശരിക്കും പറഞ്ഞതാണ്, നീയാണ് സ്ഥാനാർത്ഥി, അങ്ങനെ പറഞ്ഞതാ പറയുന്നത്. അങ്ങനെ കെ മോഹൻദാസിനെ സ്ഥാനാർത്ഥിയാക്കിയ ഒരു അനുഭവം പാർട്ടിക്കുണ്ട്. ഇതുപോലെ KSയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നമുക്കും അതുപോലെ അവസരം കിട്ടി. കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുമ്പം ത്രികോണ മത്സരമാണ്, പറഞ്ഞ ശരിയാണ്. അല്ല, ഈ ഇങ്ങനൊരു അവസരം കിട്ടുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കടുത്തുരുത്തിയിൽ മോൻസാണ് സ്ഥാനാർത്ഥി, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഊർജ്ജസ്വലതയിൽ നിൽക്കുന്ന ഒരു സമയത്ത് എന്താ ആദ്യം തോന്നിയത്? അതെ, അതിനകത്തൊരു കാര്യമുണ്ട്. അപ്പം അല്ലല്ല, അതിനകത്ത് ജോസഫ് സാർ തന്നെയാണ്. അപ്പം അതങ്ങനെ ഈ പെട്ടെന്ന് ഇപ്പം മോഹൻദാസിന്റെ കാര്യം
വന്നതുപോലെയല്ല എൻ്റെ കാര്യത്തിൽ. ഒരു തീരുമാനം അല്ലല്ല, അതല്ല. കലങ്ങി മറിഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് ഈ സീറ്റ് ചർച്ച. ഊളിളക്കങ്ങളുടെ നടുവിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു 10-12 ദിവസം CPM കേരള കോൺഗ്രസ് എന്ന നിലയിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും ലാസ്റ്റ് ആയപ്പോൾ പ്രതീക്ഷയായി. നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നേരത്തെ ഇപ്പം നമുക്ക് സീറ്റ് പ്രതീക്ഷിച്ചിരിക്കാൻ CPM ആ സീറ്റ് CPM ക്ലെയിം ചെയ്തു. അപ്പോൾ അവിടെ LDFിൽ കേരള കോൺഗ്രസ് ചെന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പം സീറ്റ് ചർച്ചയുടെ ഒരു പ്രധാന ഘട്ടം വന്നപ്പം കടുത്തുരുത്ത് സീറ്റ് CPM പാർട്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ തൊട്ട് മുമ്പ് ജോസഫ് ഗ്രൂപ്പാണ് മത്സരിച്ചത്, അത് വേറെ കാര്യം. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുമ്പം KK ജോസഫ് ഏട്ടനുണ്ടെന്ന്. CPMൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്. കോട്ടയം സെൻട്രൽ ട്രാവൻകൂറിലെ CPMൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ്. TK രാമകൃഷ്ണൻ കോട്ടയത്ത് മന്ത്രിയാണ്. TK രാമകൃഷ്ണൻ ശക്തനായി നിൽക്കുകയാണ്. 87 മുതൽ അദ്ദേഹം അവിടെ MLA ആയിരുന്നു കോട്ടയം, മറ്റേ മന്ത്രിയായിട്ട് നിൽക്കുക. വൈക്കം വിശ്വൻ CPMൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. പ്രമുഖ നേതാക്കളെല്ലാം കൂടെ ചേർന്ന് ഈ KK ജോസഫ് ഏട്ടന് കടുത്തുരുത്ത് സീറ്റ് കിട്ടണം എന്ന നിലയിലാണ് CPM ആവശ്യപ്പെടുന്നത്. ഒരു കാരണവശാലും കടുത്തുരുത്ത് സീറ്റ് CPMന് കൊടുക്കാൻ കഴിയില്ല, കേരള കോൺഗ്രസിന് തന്നെ വേണമെന്ന് P. ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ സീറ്റ് ചർച്ചയുടെ ഘട്ടം. ഇപ്പോൾ P. ജോസഫ് സാറും ഡോക്ടർ KC ജോസഫ് പാർട്ടിയുടെ നേതാക്കളെല്ലാം സീറ്റ് ചർച്ചയിൽ പോകുന്നു. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും മടങ്ങി വരും. ഞങ്ങളെല്ലാം MLA ഹൗസിൽ കാത്തിരിക്കുന്നു. പല സീറ്റുകളുടെ വിഷയങ്ങളും തീർന്നുപോയി. പക്ഷെ കടുത്തുരുത്തിയുടെ വിഷയം തീരാതെ നിൽക്കുകയാണ്. അങ്ങനെ തർക്കത്തിലേക്ക് വന്ന ശേഷം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധത്തിൽ LDF ഇങ്ങനെ. അതിനിടയ്ക്ക് ഞങ്ങളുടെ പാർട്ടിക്കകത്തുനിന്നും കടുത്തുരുത്തി വിട്ടിട്ട് പുതുപ്പള്ളി എടുത്താലോ എന്നൊരു ചർച്ച വന്നു. അപ്പോൾ പുതുപ്പള്ളിയിൽ അന്ന് നമ്മുടെ കോട്ടയം ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡന്റായിരുന്ന TV എബ്രഹാം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നെ പുതുപ്പള്ളി സീറ്റിൽ മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാറുമായിട്ടാണ്. അപ്പോൾ അന്ന് പുതുപ്പള്ളിയിൽ വളരെ സജീവമായിട്ട് TV എബ്രഹാം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നല്ല വർക്ക് നടത്തുന്ന സമയമാണ്. തീവ്രമായ വർക്കാണ്. ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു. സീറ്റ് പിടിക്കണം, ഉമ്മൻചാണ്ടിനെ എങ്ങനെയെങ്കിലും നേരിടാനുള്ള കരുത്താർജിക്കുന്ന ഒരു പ്രവർത്തനം പുള്ളി ഒരു 2-3 വർഷം നടത്തിക്കൊണ്ടിരിക്കുക. ഞാനും ആ വർക്കിലൊരു പിന്നെ ഭാഗവാക്കായിട്ടുണ്ട്. കാരണം ഈ പൊതുയോഗങ്ങളും രാത്രി കുടുംബയോഗങ്ങളും ഒക്കെ ആയിട്ട് TV ഇങ്ങനെ വിശ്രമമില്ലാതെ പോകുമ്പോൾ TV എബ്രഹാമിലൂടെ ഞാനും പ്രസംഗിക്കാൻ കൊടുത്തി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പം നമ്മളെന്നാലും കടുത്തുരുത്തിയെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. നമുക്ക് പാർട്ടിക്ക് കടുത്തുരുത്തി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്, കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അന്ന് ഓലൂക്കോ സാറുണ്ട്. അപ്പോൾ ഓലൂക്കോ സാറിനും സ്വാഭാവികമായിട്ടും ആദ്യം മത്സരിക്കുന്നില്ലെന്നൊക്കെ സാറ് പറഞ്ഞെങ്കിലും പിന്നീട് സാറിനും ഒരു ആഗ്രഹം വന്നു, മത്സരിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം വന്നു. തലേ പ്രാവശ്യം ഓലൂക്കോ സാറിനോട് നിൽക്കാൻ ജോസഫ് സാർ ചോദിച്ചാൽ അപ്പോൾ EJ ലൂക്കോസ് ആയിക്കോട്ടെ, ഓലൂക്കോ സാർ തന്നെ പറയുന്നത് EJ ലൂക്കോസ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷേ ഇത് ഒരു കാര്യത്തോടടുത്തപ്പം ഓലൂക്കോ സാറിന് ഒരാഗ്രഹം വരുന്നു. ലൂക്കോസാണ് മത്സരിക്കുന്നത് എന്ന കാഴ്ചപ്പാട് KK ജോസഫ് CPMൻ്റെ ഡബിൾ സ്ട്രോങ് ആവുന്നു. ലൂക്കോസ് ആണെങ്കിൽ സീറ്റ് കൊടുക്കാൻ ഒരു കാരണവശാലും പറ്റില്ല, ഞാൻ തന്നെ നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ നല്ല തർക്കത്തിലേക്ക് വന്നു. അപ്പോൾ എന്നാൽ ഷിഫ്റ്റ് ചെയ്താലോ എന്നായി. അങ്ങനെയാണ് കടുത്തുരുത്തി വിട്ടിട്ട് പുതുപ്പള്ളി എടുത്താലോ എന്നുള്ള TV എബ്രഹാമിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം. അല്ലെങ്കിൽ കടുത്തുരുത്തിയും പുതുപ്പള്ളിയും രണ്ടും ചോദിക്കണമെന്നായിരുന്നു ആദ്യം പാർട്ടിയുടെ ആഗ്രഹം. പക്ഷെ രണ്ടിന് സാധ്യതയില്ല, ഒന്നിലേക്ക് വരണം. അപ്പോൾ ഒന്ന് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പല യുദ്ധങ്ങൾ നടക്കുന്നതിനിടയിൽ കടുത്തുരുത്തി ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് നിൽക്കുന്ന സ്ഥിതി വന്നപ്പോൾ ചർച്ച LDFിൽ ധാരണയാക്കാൻ പറ്റുന്നില്ല. അവസാനം തീരുമാനിച്ചു എല്ലാവരും നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ KK ജോസഫ് ഏട്ടൻ നോമിനേഷൻ CPMന് വേണ്ടി കൊടുക്കുക. പിന്നെ കേരള കോൺഗ്രസിന് വേണ്ടിയിട്ട് അപ്പോൾ ഓലൂക്കോ സാറിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ കേരള കോൺഗ്രസിലെ നോമിനേഷൻ ഒരാളെ തീരുമാനിക്കണം. അപ്പോൾ അതും ഒരു കീറാമുട്ടിയായിട്ട് പാർട്ടിക്കുള്ളിൽ വരുന്നൊരു സാഹചര്യം. അപ്പോൾ ഓലൂക്കോ സാറിൻ്റെ വിഷയം, ഓലൂക്കോ സാർ ആഗ്രഹിക്കുന്ന പാർട്ടി കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ ഞങ്ങളാരും സാറിനെതിരല്ല. പക്ഷേ പാർട്ടി ലീഡർഷിപ്പ് P. ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ജയസാധ്യത പരിശോധിച്ചപ്പം KK ജോസഫ് ഏട്ടൻ മത്സരിച്ചാലും ഓലൂക്കോ സാർ മത്സരിച്ചാലും കടുത്തുരുത്തിയിൽ ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. താരതമ്യേന ജയസാധ്യത സ്റ്റുഡൻറ് പൊളിറ്റിക്സിൽ നിൽക്കുന്നു. പുതിയൊരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ നമ്മൾ വരുന്നു. അപ്പോൾ യുവത്വത്തിൻ്റെ ചെറുപ്പക്കാരുടെ ഒരു പ്രാതിനിധ്യം ഇതെല്ലാം വെച്ച് എന്തുകൊണ്ടും നല്ലത് KC പ്രസിഡൻ്റായിരിക്കുന്ന എന്നെ മത്സരിപ്പിക്കുന്നതാണെന്നുള്ളൊരു ഒരു അഭിപ്രായം പല മേഖലകളിൽ നിന്നായിട്ട് ജോസഫ് സാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ച നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതായാലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ LDFിൻ്റെ തലത്തിൽ തന്നെ ലാസ്റ്റ് ധാരണയായി. LDFിൻ്റെ തലത്തിൽ ധാരണയായി. അപ്പോൾ KK ജോസഫ് ഏട്ടൻ തീരുമാനിക്കുന്നു
പിന്നെ അദ്ദേഹം പറഞ്ഞു. അപ്പം എൻ്റെ പേര് ഉയർന്നു വരാൻ തുടങ്ങിയപ്പം അദ്ദേഹം കുറച്ച് പുറകോട്ട് പതുക്കെ മാറുന്നൊരു സ്റ്റേജ് വന്നു. എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് KK ചോദിച്ചു, സാധ്യത ഇത് കറക്റ്റ് ചിത്രം പറയണം, ആർക്കാണ് നമുക്ക് കിട്ടുമോ അതോ ഒലൂക്കോസാണോ എന്നുള്ളതാണ് പുള്ളിക്കാരൻ. ഞാൻ പറഞ്ഞത് എനിക്ക് പറയാൻ കഴിയില്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്, സീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ ചർച്ചയായിട്ടല്ലേ അതിലേക്ക് വരുള്ളൂ എന്നെല്ലാം പറഞ്ഞ് നമ്മളതിൽ നിന്നൊരു പിന്നെ പ്രത്യേകിച്ചൊരു പിന്നെ ഇത് കിട്ടില്ല. പക്ഷേ ജോസഫ് ചേട്ടൻ അതിന് ശേഷം CPM ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ TK രാമകൃഷ്ണൻ പറഞ്ഞു, കടുത്തുരുത്തി വൈക്കം വിഷ്ണുവും എല്ലാം പറഞ്ഞു, കടുത്തുരുത്തി സീറ്റ് എന്തുകൊണ്ടും കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് തന്നെയാണ് നല്ലത്, KK മത്സരിക്കുന്നത് അത് നമുക്കത് റിസ്ക് ആയിരിക്കും എന്ന ഒരു നിലയിൽ CPM ലീഡർഷിപ്പ് കൂടെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ പേരും കൂടെ ഇങ്ങനെ വരുന്ന ഒരു സ്ഥിതി കൂടെ വന്നപ്പം അവരുമൊക്കെ അതിനകത്ത് കുറച്ച് അണ്ടർഗ്രൗണ്ടിൽ ഒരു താല്പര്യ പ്രകടനം അവരുമൊക്കെ നടത്തി. അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും ഒലൂക്കോ സാറിന് ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ഇടിയും വേളത്തിനൊന്നും പോയില്ല. ഞാനതിനകത്തൊരു ഒരു ജനാധിപത്യ മര്യാദ കാണിച്ചു. ലൂക്കോ സാറ് അത്ര ആഗ്രഹമാണ്, സാറ് നോട്ടെ, നെക്സ്റ്റ് ടൈം ആണല്ലോ നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള നിലയിലേക്ക് നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറായി. പക്ഷേ പാർട്ടിപരമായ ചർച്ചയ്ക്കകത്ത് പൊതുവെ ലീഡർഷിപ്പ് അതിൽ പിന്നെ എന്തുകൊണ്ടും ജയസാധ്യതയുടെ ഒരു അടിസ്ഥാനത്തിൽ വരട്ടെ എന്നുള്ള ജോസഫ് സാർ അതിനകത്തൊരു നിലപാടെടുത്തു. അപ്പോൾ ലൂക്കോ സാറിനെ ആ കാര്യങ്ങൾ സാറ് തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ പാർട്ടിക്കുള്ളിലൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി നിൽക്കുന്നൊരു സ്റ്റേജ് വന്നു. അപ്പം LDFിലെ ചർച്ചയ്ക്കകത്ത് കാൻഡിഡേറ്റ് ഇന്നതാണ് എന്ന ഒരു നിലയിലേക്ക് വരെ പറയുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ CPM ലാസ്റ്റ് പിന്നെ തീരുമാനിച്ചു കേരള കോൺഗ്രസിന് തന്നെ കടുത്തുരുത്തി സീറ്റ്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി നമ്മൾ പിന്നെ നിൽക്കുന്നു. പിന്നെ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. പാർട്ടി പ്രഖ്യാപിക്കുമ്പം ഈ ഒലൂക്കോ സാർ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം ജോസഫ് സാർ എന്നോട് പറഞ്ഞിരുന്നു. എങ്കിലും ജയസാധ്യത കണക്കാക്കി ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലയിൽ സൂചിപ്പിക്കുകയുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് ജോസഫ് സാറാണ്. ജോസഫ് സാറാണ് പറയുന്നത്. അതെ അതെ. അപ്പം അങ്ങനെ ധാരണയാക്കി ഇതിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യം സാറ് പറയുമ്പം നമുക്കൊരു ഒരു 100 നന്ദി പാർട്ടിയോടും ദൈവത്തോടും എല്ലാം പറഞ്ഞതാണ്. എന്താണ് നമുക്കുണ്ടായ ഒരു പ്രതികരണം എന്നുള്ളത്, 100 നന്ദി ദൈവത്തോടും പാർട്ടിയോടും പറഞ്ഞു എന്നുള്ള, പാർട്ടി ചെയർമാനോടും പറഞ്ഞു. അന്നത്തെ ആ കൂറ് ഇന്നും ജോസഫ് സാറിനോട് പുലർത്തുകയാണ്. തീർച്ചയായും. അപ്പോൾ 96-ലെ ആ തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയൊരു രാഷ്ട്രീയം കൂടെ അതിനകത്തുണ്ട്. ഈ പോരാട്ടം എന്ന് പറയുന്നതേ അതിനകത്തൊരു വലിയൊരു കേരള രാഷ്ട്രീയം ശ്രദ്ധിച്ചൊരു വലിയ ഒരു പിന്നെ പ്രത്യേകത ആ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. കാരണം അതിന് തൊട്ട് മുമ്പ് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം, സൗഹൃദ മത്സരം നടന്നു. കേരളത്തിൽ സൗഹൃദ മത്സരം എന്നും പറഞ്ഞ് മാണിസാർ ഓമനപ്പേരിട്ട ഒരു മത്സരം നടന്നു. അപ്പോൾ നമ്മുടെ അങ്ങനെ തന്നെ വന്നു. അപ്പോൾ അതിലൊരു തമാശ എന്തെന്ന് വെച്ചാൽ, ഈ കേരള കോൺഗ്രസിൻ്റെ പിന്നെ പിളർപ്പ് വരികയാണ്, മാണി ഗ്രൂപ്പ് പിളരുകയാണ്. അതാണ് ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, മാണി സാറിൻ്റെ പാർട്ടിയും ജേക്കബുമായിട്ട് പിളരുകയാണ്. അപ്പോൾ ജേക്കബ് ഗ്രൂപ്പ് UDFിൽ കരുണാകരനുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്നു, മാണി സാറ് അല്പ അകലത്തിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ ജില്ലാ കൗൺസിലിൻ്റെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വന്നപ്പം കോൺഗ്രസ് UDFിൻ്റെ സീറ്റ് ജേക്കബിന് കൊടുക്കുന്നു. PM മാത്യു സിറ്റിംഗ് MLA ആണ്. അപ്പോൾ PM മാത്യുവിൻ്റെ നേതൃത്വത്തിൽ TN ജേക്കബ് നയിക്കുന്ന UDF സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ പ്രൊഫസർ ജോസ് കോലടി, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനൊക്കെയായിരുന്നു, അദ്ദേഹത്തെയാണ് അവർ കാൻഡിഡേറ്റ് ആകുന്നത്. അന്നാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് LDFിൽ ജോസഫ് സാർ പ്രൊഫസർ EP മാത്യുവിനെ, ഉഴൂർ കോളേജിലെ മറ്റൊരു പ്രൊഫസറാണ്, അദ്ദേഹത്തെ പാർട്ടിയുടെ ഭാരവാഹിയാണ്, അദ്ദേഹത്തെ പ്രഖ്യാപിക്കും. അപ്പോൾ UDF LDF വന്ന് മാണി ഗ്രൂപ്പ് പിളർന്നിരിക്കുകയാണ്. മാണി ഗ്രൂപ്പ് ഈ TN ജേക്കബിൻ്റെ PM മാത്യുവിൻ്റെ സ്ഥാനാർത്ഥിയെ ജില്ലാ കൗൺസിൽ പ്രഖ്യാപിച്ചപ്പോൾ അത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് സ്റ്റീഫൻ ജോർജിനെ KM മാണിയുടെ സ്ഥാനാർത്ഥിയാകും. അങ്ങനെ ഒരു അവിടെ ത്രികോണ മത്സരം വരികയാണ്. അപ്പോൾ ത്രികോണ മത്സരം എന്നതങ്ങ് മാറ്റിയിട്ട് സൗഹൃദ മത്സരം എന്ന് മാണിസാറങ്ങ് പേരിട്ടു, ഈ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട്. അതെ അതെ. അങ്ങനെ ആ മത്സരത്തിൽ ജില്ലാ കൗൺസിൽ 1000 വോട്ടിന് അന്ന് മാണിസാറിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അപ്പം പിന്നെ 1000 വോട്ടിന് ഞങ്ങളുടെ ഈ പ്രൊഫസർ EP മാത്യു തോക്കുന്നു. 3-ാം സ്ഥാനത്ത് UDFിൻ്റെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് PM മാത്യുവിൻ്റെ TN ജേക്കബിൻ്റെ കാൻഡിഡേറ്റ് പോകുന്നു. അങ്ങനെ മത്സരം വരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത നിയമസഭയിലേക്ക് വരികയാണ്. നിയമസഭയിലേക്ക് വരുമ്പോൾ UDFിൻ്റെ സീറ്റ് PM മാത്യു സിറ്റിംഗ് MLA PM മാത്യുവിന് കൊടുക്കുന്നു. PM മാത്യു TN ജേക്കബിൻ്റെ പാർട്ടിയുടെ ചെയർമാനാണ്. ഞങ്ങൾക്ക് LDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് കേരള കോൺഗ്രസിന് സീറ്റ് കിട്ടുന്നു. സൈക്കിൾ ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കാനായിട്ട് ഞാൻ വരുന്നു. അപ്പോൾ അന്ന് KM മാണി സാർ തന്ത്രപൂർവ്വം, അങ്ങനെയാണ് PC തോമസ്, പഴയ 2 ടൈം LDFിൻ്റെ MLA ആയിരുന്ന PC തോമസിനെ, എൻ്റെ ക്ലാസ് ടീച്ചറാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത സ്കൂളിലെ ഞങ്ങളുടെ ഗുരുനാഥനാണ്,
കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെ എം മാണി സാറ് വളരെ തന്ത്രപരമായി രഹസ്യമായ ഒരു നീക്കത്തിലൂടെ കാൻഡിഡേറ്റ് ആയിട്ട് കൂട്ടുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ പി സി തോമസും രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിലെ ത്രികോണ മത്സരം, സൗഹൃദ മത്സരം തന്നെ നിയമസഭയിലും അപ്ലൈ ചെയ്യാനാണ് മാണി സാറിൻ്റെ സ്ട്രാറ്റജി. അന്ന് മാണി സാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ 10 മുട്ട വയ്ക്കുന്നു പക്ഷെ 11 വിരിയും എന്ന് പറയുന്നു. ഞാൻ ഡയലോഗ് ഇപ്പോഴും ഓർക്കുന്നു. 10 മുട്ട വയ്ക്കുകയാണ്, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 11 വിരിയും. ഈ 11 വിരിയും എന്ന് പറഞ്ഞാൽ കടുത്തുരുത്തിയാ. പക്ഷെ അത് ചീമട്ടയായിപ്പോയി. അത് മുട്ടയൊന്നും വിരിഞ്ഞില്ല. മുട്ട വിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, പക്ഷേ നിസാര വോട്ടല്ല, 20,000 വോട്ട് പിടിച്ചു. 20,000 വോട്ട് പിടിച്ചു. കാരണം UDF LDF വോട്ട് അദ്ദേഹത്തിന് കിട്ടുക. കാരണം അദ്ദേഹം LDF 2 ടൈം MLA ആയിരുന്നു. അപ്പോൾ ഇത്ര ശക്തമായ ഒരു തെരഞ്ഞെടുപ്പിൽ കന്നിയംഗക്കാരനായിട്ട് നിൽക്കുമ്പോൾ വല്ലാത്തൊരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു അങ്കലാപ്പും ഇല്ലായിരുന്നു. അതെന്നറിയോ, ഞാൻ ഈ നോമിനേഷൻ കൊടുക്കാൻ ആദ്യം പോകുന്ന ഒരു ദിവസം അപ്പോൾ നമുക്ക് പാർട്ടി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നോമിനേഷൻ കൊടുക്കുമ്പം അവ്യക്തതകൾക്കിടയിലാണ് നോമിനേഷൻ, ചർച്ച പൂർത്തിയായിട്ടില്ല. അപ്പോൾ പി ജോസഫ് സാർ പാർട്ടി സ്ഥാനാർത്ഥി എന്നതിൽ എന്നെ പ്രഖ്യാപിക്കുന്നു, നോമിനേഷൻ കൊടുക്കാൻ പറയുന്നു. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി എൻ്റെ നോമിനേഷൻ എന്നെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഭയങ്കര സ്നേഹപൂർവ്വം നമ്മുടെ സഹകരണം അറിയിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഒരു വാർത്ത കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് കടുത്തുരുത്തിയിൽ നിന്ന് പ്രകടനമായിട്ട് പോയി നോമിനേഷൻ കൊടുക്കുകയാണെന്നൊരു ഡിക്ലറേഷൻ നമ്മൾ നടത്തി. നല്ലൊരു ജനക്കൂട്ടം കൂടെ. അപ്പം പിന്നെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം വണ്ടിയിലാണ് പോയി കൊടുത്താണ്. അപ്പോൾ അവരങ്ങനെ പോയി കൊടുത്തു. സാറിന് അങ്ങനെ പണ്ടാണ് പ്രകടനമൊക്കെ ഉണ്ട്. എങ്കിലും ഞാനിത് പ്രകടനമായിട്ട് കൊടുക്കുമെന്ന് അനൗൺസ് ചെയ്തൊരു ദൈവാനുഗ്രഹമായി. കാരണം ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ രാവിലെ നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കണക്കാക്കി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി കടുത്തുരുത്തി ടൗണിലോട്ട് ചെല്ലുമ്പം മണ്ണ് വീഴാൻ മേലാത്ത വിധത്തിൽ ജനസാഗരമായിട്ട് ജനം നിറഞ്ഞിരിക്കുക. ഇത് സാധാരണക്കാരായ മനുഷ്യർ. നമുക്കന്ന് വലിയ പാർട്ടി സംവിധാനം അന്നേരം ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഒലൂക്കോസ് സാർ പിണങ്ങി. അന്നേരം ഒലൂക്കോസ് സാറിന് സീറ്റില്ലാന്ന് വന്നപ്പോൾ സാറൊന്ന് പിണങ്ങി. സാറുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒന്ന് പതുക്കെ ഒരു ബുദ്ധിമുട്ടിലായി. പക്ഷെ പിന്നീട് അവർ സജീവമായിട്ട് സാറ് പിന്നീട് പിന്നെ വ്യത്യസ്തമായ നിലപാടെടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ മരണം വരെ സാറിനോട് സ്നേഹത്തിൽ തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ എങ്കിലും കൂടെ നിന്നവരല്ല ഇപ്പം എല്ലാവരും സഹകരിച്ചുണ്ട്. പക്ഷേ എങ്കിലും ലൂക്കോസ് സാർ പിന്നീട് മരിച്ചു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ പരസ്യപ്രകടനമായിരുന്നു. അത് നമുക്കൊരു വലിയ ശക്തിയായിരുന്നു. അപ്പം പിന്നെ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായി. കാരണം ആളുകൾ തെരഞ്ഞെടുപ്പിൽ നമ്മളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പകൽ പോലെ വ്യക്തമായി. അപ്പോൾ അതിൽ നമ്മൾ ജയിച്ചു വരട്ടെ എന്നുള്ളതിലേക്ക് ജനം സ്റ്റാൻഡ് എടുത്തു. എന്നാൽ ഈ 15,000 അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ 10 മുട്ട വെച്ച് 11 വിരിയുന്നൊക്കെ മനസ്സിലാർ പറഞ്ഞിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ തോറ്റും പോയി. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ലല്ലോ ഞങ്ങൾ. നമുക്ക് ആദ്യത്തെ ഇലക്ഷനാണ്. കന്നിയംഗത്തിൽ 15,000 വോട്ട് വാങ്ങി ജയിച്ചു, അതും ഒരു ത്രികോണ മത്സരത്തിലൂടെ. അപ്പോൾ പിന്നീട് കടുത്തുരുത്തി ചേർത്ത് പിടിച്ചു. പക്ഷേ 2001 സ്റ്റീഫൻ ജോർജ് അങ്ങേ പരാജയപ്പെടുത്തി. അതിനുശേഷം ഇങ്ങോട്ട് ഉള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തുകയും 2006, 2011 കാലഘട്ടത്തിൽ VS മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മണ്ഡലം അങ്ങേ എത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഈ മണ്ഡലത്തെ അങ്ങ് എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട്? അത് കടുത്തുരുത്തി മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ വികാരമാണ്. ആ നിയോജക മണ്ഡലത്തിലെ MLA ആകുന്നതിന് മുമ്പേ തന്നെ കടുത്തുരുത്തി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ പൊതുപരിപാടികളിലും മുൻപന്തി നിൽക്കുകയും ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു പ്രവർത്തന രീതി. ഇപ്പോൾ KSC പൊളിറ്റിക്സിനകത്ത് നിൽക്കുമ്പം സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ പൊതുരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഞാൻ സജീവമായിരുന്നു. അതുപോലെ കടുത്തുരുത്തിയിലെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ ഒക്കെ കടുത്തുരുത്തിയിൽ ചർച്ചിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം വളരെ ആക്റ്റീവായിരുന്നു. കടുത്തുരുത്തി ഒരു മതേതരത്വത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള അപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാ പരിപാടികൾക്കകത്ത് ഒരുപാട് പ്രോഗ്രാംസ് വരും. ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികളൊക്കെ നമ്മൾ ആക്റ്റീവായിരുന്നു. അപ്പോൾ അതിലെൻ്റെ ഫാദറും അങ്ങനത്തെ ഒരു രീതിയിൽ ആണ് പോകുന്നത്. അവിടുത്തെ എല്ലാ ഒരുപാട് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ എല്ലാം പ്രസിഡൻ്റായിട്ടും പബ്ലിക് ലൈബ്രറി റേഷൻ ഷോപ്പായിരുന്നു ദീർഘകാലം. അപ്പം ആ ഒരു ബന്ധവും പബ്ലിക്കുമായിട്ട് വലിയ കടുത്തുരുത്തിയെ കുറിച്ച് പറയുമ്പോഴേ പുറത്തുനിന്നുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. കടുത്തുരുത്തിക്കാർ ഇപ്പം ഞാൻ കുറച്ച് നാൾ ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി കടുത്തുരുത്തിക്കാരുണ്ട് അവിടെ.
അവരൊക്കെ പറയുന്നത് കടുത്തുരുത്തി എന്ന് പറയുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ വികസനം എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത് മോഹൻ ജോസഫ്. അവിടുത്തെ റോഡുകളായിക്കോട്ടെ, അവിടെയുള്ള സ്കൂളുകളായിക്കോട്ടെ, അവിടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ, ഈ ഒരു ശക്തമായ ഒരു ഇടത് തരംഗമുണ്ടായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വിചാരിച്ചത് ഇടതുപക്ഷം കയറുമെന്ന് ആരും വിചാരിച്ചില്ല. ഒരു കിറ്റ് എന്ന് പറയുന്ന ഒരു ഗിമ്മിക്കിൽ 99 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചപ്പോൾ ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയപ്പം അവരുടെ വത്തിക്കാണെന്ന് അവർ സ്വയം ക്ലെയിം ചെയ്യുന്ന കടുത്തുരുത്തി, അവർ പറയുന്ന പാലായേക്കാൾ ശക്തി ഞങ്ങൾക്ക് കടുത്തുരുത്തി എന്നാണ് പറയുന്നത്. ആ നിയോജക മണ്ഡലത്തിൽ ആ ഒരു ഇടത് തരംഗത്തിലും ജോസ് കെ മാണി നിർത്തിയ 2 ചിഹ്നത്തെ പരാജയപ്പെടുത്തി മോൻസ് ജോസഫ് അവിടെ ട്രാക്ടർ ചിഹ്നത്തിൽ ഈ പറയുന്ന വോട്ടിന് വിജയിച്ചെങ്കിൽ അത് എന്താണ് കടുത്തുരുത്തി മോൻസ് ജോസഫിനും എന്താണ് മോൻസ് ജോസഫിന് കടുത്തുരുത്തിയും എന്നുള്ളത് അല്ല ഈ കടുത്തുരുത്തിക്കാർക്ക് എന്താണ് മോൻസ് ജോസഫ് എന്നുള്ളതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഫലത്തിലുണ്ട്. അല്ല, ഈ കടുത്തുരുത്തിയുടെ ചരിത്രം പറയുമ്പോൾ തന്നെ ഈ കടിച്ചിരുത്തി എന്നാണ്. അതായത് അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കടിച്ചുകൊണ്ടുവന്ന ഒരു മുനി എടുത്തു വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വൈക്കത്തൊരു പ്രതിഷ്ഠ നടത്തി, ഏറ്റുമാനൂരും ഒരു പ്രതിഷ്ഠ നടത്തി, 3ാമത്തെ പ്രതിഷ്ഠ കടുത്തുരുത്തിയിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കടിച്ചിരുത്തി എന്നാണ് പറയുന്നത്. വലിയ കാര്യമാണ്. അപ്പോ അത് ഒരു ഐതിഹ്യമാണെങ്കിൽ PJ ജോസഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ ആചാര്യൻ കടുത്തുരുത്തിയിൽ കടിച്ചിരുത്തിയ ഒരു പ്രതിഷ്ഠയാണ് മോൻസ് ജോസഫ്. അപ്പോൾ അത്തരത്തില് നാളിതുവരെ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജനസ്വാധീനത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിഹത്യാപരമായ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി മാനസികമായി കുറച്ച് വേദനകളൊക്കെ അങ്ങേക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞപ്പോഴും ഒരാളെയും മോൻസ് ജോസഫ് കുറ്റപ്പെടുത്തിയതായി കേട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളോട് പോലും മോൻസ് ജോസഫിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അതെനിക്ക് 3 നേതാക്കളാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. 1 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ, 2 എൻ്റെ നേതാവായിരിക്കുന്ന PJ ജോസഫ് സാർ, 3 കേരള കോൺഗ്രസിൽ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന KM മാണി സാർ. ഈ 3 രാഷ്ട്രീയ നേതാക്കന്മാർ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാതൃകയാണ്. അവരെ എന്തുമാത്രം ആളുകൾ അനാവശ്യം പറഞ്ഞാലും, എന്തുമാത്രം ആളുകൾ ആക്രമിച്ചാലും തിരിച്ചൊരു വാക്ക് പോലും PJ ജോസഫ് സാറ് കുറ്റപ്പെടുത്തിയോ മോശമായിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. നിയമസഭയ്ക്കകത്തും പുറത്തും. KM മാണി സാറിനെ പ്രമുഖരായ നേതാക്കളുടെ പേര് പറയുന്നത് ശരിയില്ലാത്ത ഞാൻ പറഞ്ഞ എത്രയോ പേര് എന്തൊക്കെ പറഞ്ഞ് വേട്ടയാടുക ആക്ഷേപിച്ചു. അവരെ കെട്ടുപിടിക്കുകയുള്ളൂ. ഈ നിയമസഭയ്ക്കകത്ത് ഞാൻ സത്യത്തിൽ നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഈ അകത്തങ്ങ് ആഞ്ഞടിച്ച് KM മാണി എന്ന് പറയുന്ന ഒരു ഭീകരജീവിയാണെന്ന് വരുത്തി ചേർത്ത് പറഞ്ഞിട്ട് പോകുന്നു. കേട്ടു പുറത്തോട്ടിറങ്ങുമ്പം നന്നായി സംസാരിച്ചു കേട്ടോ സാർ കെട്ടിപ്പിടിക്കുക. അത് സത്യത്തിൽ അതാണ് മാണിസം എന്ന് പറയുന്നത്. അതിപ്പോഴത്തെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് മനസ്സിലായിട്ടൊന്നും സംശയം. അത് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമുക്കൊരു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി സാർ. എന്തുമാത്രം ആക്രമണം കയറ്റാലും ഉമ്മൻചാണ്ടി സാറ് വളരെ ശാന്തമായി സ്നേഹപൂർവ്വം ആ എതിരാളിയോട് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഉഴൂർ വിജയൻ്റെ അനുസ്മരണമായിരുന്നു. ഉഴൂർ വിജയൻ ഈ ഇതുപോലത്തെ ആക്രമണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നന്നായി പ്രയോഗിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മനോഹരമായിട്ടാണ്. അപ്പൊ ആളെ കൊല വിളിക്കുകയാണല്ലോ. ഈ എതിരാളിയായിട്ടിരിക്കുന്ന ഉന്നത നേതാവിനെ കൊല വിളിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കൊലപാതക പ്രസംഗം നടത്തിയാൽ പോലും വിജയ് എന്നോട് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. 2 ചേരിയായിട്ടൊക്കെ നിൽക്കുമ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടോ, ഈ മാണി സാറും ഉമ്മൻചാണ്ടി സാറും 2 പേരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് നയിക്കുക. അവർ 2 പേരോടെ ചെയ്യണ വിജയ അധികം ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ഓർത്തോണേ, ഒത്തിരി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും അത് ഒരു വിഷമം ഉണ്ടായില്ലേ നോക്കാന്ന് കേട്ടോ. അതൊക്കെ വിജയനൊരു വിഷമമില്ലാന്ന് നോക്കണം, വിജയന് വിഷമമില്ലാന്ന് നോക്കണം, അവർക്കൊരു വിഷമമില്ല എന്ന് മാണി സാറ് തമാശയായിട്ട് പറയും. ഉമ്മൻചാണ്ടി സാർ പല പ്രാവശ്യം താൻ ഇന്നലെ അവിടെ പറഞ്ഞോ പലരും എന്നോട് പറഞ്ഞു നല്ല പ്രസംഗമാരെന്നാ പറയുന്നത്, ആക്രമിച്ച് കൊല്ലുക. അപ്പൊ അങ്ങനത്തെ അവർ അങ്ങനെയുള്ള നേതാക്കളുടെ ഒരു രീതി തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള കാര്യം. ഞാൻ ചെറുപ്പം മുതൽ പിന്നെ നമ്മൾ ആരെ ആക്രമിക്കാതെ രാഷ്ട്രീയ ശക്തമായ നമ്മുടെ പോയിന്റുകൾ പറയും. പൊളിറ്റിക്കൽ അറ്റാക്ക് നമ്മൾ നടത്തും, രാഷ്ട്രീയം പറയും, പൊളിറ്റിക്കൽ അറ്റാക്ക് നമ്മൾ നടത്തും. ഇപ്പോൾ LDF സർക്കാരിനെ ആഞ്ഞടിച്ച് നമ്മൾ വിമർശിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം വ്യക്തിഹത്യ നടത്താനും വ്യക്തിപരമായി ആക്രമിക്കാനും സാധാരണ അവരൊക്കെ പരിഹസിക്കാനും കളിയാക്കാനൊന്നും ഞാൻ സാധാരണ ശ്രമിക്കാറില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ശൈലിയിൽ ഒരിക്കലും പോയിട്ടില്ല. അപ്പോൾ ഈ നേതാക്കൾ ഒരു മാതൃകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അവരെപ്പോഴും സ്വീകരിക്കുന്നത്.
മറ്റുള്ളവരെ അവർ ബഹുമാനിക്കുന്നുണ്ട്. അവരെക്കുറിച്ചൊന്നും പറയുന്നവരോട് പിണങ്ങാറുമില്ല. അപ്പം അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു ശൈലി രാഷ്ട്രീയത്തിലൊരു വലിയ മാതൃകയായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളതിൻ്റെ പുറകെയാണ്. ആ രീതി തന്നെ പോകുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്നെ തന്നെ പറഞ്ഞല്ലോ, എന്തുമാത്രം വേട്ടയാടലും ആക്രമിക്കലും അന്നും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പിന്നെ ഒരു സത്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വിധത്തിൽ അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി പലരും കിടന്ന് മെനക്കെടുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം നമുക്കിത് സത്യമായിട്ട് ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും പിന്നെ മോളും വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങളിത് കേട്ടിട്ടുണ്ട്. ഈ ഇവന്മാരെ ഈ പലരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പം അപ്പം ഞാനത് അവർ ഒന്നിച്ചിരുന്ന് കാണുമ്പം സത്യത്തിൽ പിന്നെ കൂടിയിരുന്ന് കാണുന്നവർക്ക് പോലും ഇവരോട് ഭയങ്കരമായ ഒരു പിണക്കവും വൈരാഗ്യമൊക്കെ തോന്നാം. പക്ഷെ അവിടെ ഞാൻ ആശ്വസിപ്പിക്കാറുള്ളൂ. കാരണം നമ്മളത് കാര്യമായിട്ട് എടുക്കണ്ട, പൊളിറ്റിക്സാണ്. പക്ഷേ ഇവരിങ്ങനെ പറയുന്നത് പിന്നെ എന്തുമാത്രം അധാർമികമാണ് എന്നുള്ളതിനെക്കുറിച്ച് സ്വയം ഒരു വിലയിരുത്തൽ പലപ്പോഴും ഞാൻ നടത്താറുണ്ട്. അവിടെയെല്ലാം നമ്മൾ ക്ഷമിക്കുകയും പിറ്റേ ദിവസം അവരെ കണ്ടാലും നമ്മുടെ നേതാക്കൾ കാണിക്കുന്ന പോലെ ഷെയ്ക്കാൻ എടുത്ത് പോകുന്നു. കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, ഷെയ്ക്കാൻ എടുത്ത് പോകുന്നു. ഇടതുമുന്നണിയിലായിരുന്നപ്പോഴും വലതുമുന്നണിയിലായിരുന്നപ്പോഴും ഈ പറയുന്ന KM മാണി സാറുമായിട്ടാണെങ്കിലും മറ്റുള്ള രാഷ്ട്രീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുമായിട്ട് ഒരു നല്ല ഹൃദയബന്ധം, അതിലൊക്കെ ഉപരിയായിട്ട് VS അച്യുതാനന്ദനും താങ്കളുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പിതാവും പുത്രനും എന്നുള്ള നിലയിലുള്ള ഒരു ആത്മബന്ധമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രിയാണ് മോൻസ് ജോസഫ് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞതായിട്ടാണ് കേട്ടിട്ടുള്ളത്. PJ ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം KM മാണി സാറിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന 1978 അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയേണ്ടതായി വന്നപ്പോൾ PJ ജോസഫ് സാറാണ് പകരം ആഭ്യന്തരമന്ത്രിയായത്. ഏറ്റവും ചെറുപ്പത്തിൽ കേരളത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ. അപ്പോൾ കുറ്റാരോപിതനായിരുന്ന KM മാണി സാറ് കുറ്റവിമുക്തനായി തിരികെ എത്തിയപ്പോൾ ആ നിമിഷം തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ചു കൊടുത്തയാളാണ് PJ ജോസഫ്. അത്തരത്തിൽ മോൻസ് ജോസഫും തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങയുടെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അല്ല, അതിലും P. ജോസഫ് സാറിൻ്റെ നിലപാട് നമുക്കൊരു മാതൃകയായിരുന്നു. ഈ KM മാണി സാറ് പിന്നെ കുറ്റവിമുക്തനായി തിരിച്ചു വരുമ്പം P. ജോസഫ് സാർ ആ നിമിഷം തന്നെ രാജിവെച്ചു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ വലിയ വാർത്തയാണ്. അന്ന് കലാകൗമുദിയുടെ തലക്കെട്ട് ഹലോ മിസ്റ്റർ ജോസഫ്, യു ആർ എ ജെന്റിൽമാൻ. ജോസഫ് താങ്കൾ ഒരു ജെന്റിൽമാനാണ്, അങ്ങനെ കണ്ട എന്ന് പറഞ്ഞ് സാറ് ജോസഫ് സാറിനെ ഒരു ജെന്റിൽമാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ മുഴുവൻ ഒരേപോലെ പ്രതികരിച്ചത് ഞങ്ങൾക്കെല്ലാം അഭിമാനം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതല്ല, ഇതിപ്പം ജോസഫ് സാറ് തിരിച്ചു വരുമ്പം പിന്നെ നാച്ചുറലായി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനത് രാജിവെച്ച് അന്നേരം തന്നെ മാറുക എന്നുള്ളത്. ഇത് നിങ്ങൾ രണ്ടുപേരും മാതൃകയായി എന്നുള്ള. അപ്പോൾ എനിക്കതിനകത്ത് വേറെ കാര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടിപ്പെട്ട ആൾ എന്നെ മന്ത്രിയാക്കുന്നതിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്നെ മന്ത്രിയാക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പം എന്നെ മന്ത്രിയാക്കിയാൽ ഭയങ്കര അപകടം ഉണ്ടാകുമെന്നാണ് പാർട്ടിയിൽ കുറച്ച് പേരെങ്കിലും അന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം പിന്നെയും മാറാൻ സാധ്യതയില്ലെന്നുള്ളതാണ്. ചെറുപ്പത്തിൽ മന്ത്രിയാവുകയുള്ളൂ. സത്യത്തിൽ കുരുളാഞ്ചേട്ടൻ്റെ രാജി ഉണ്ടായി അന്ന് രാത്രി തന്നെ ജോസഫ് സാർ എന്നെ തീരുമാനിച്ചു. അത് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു യോഗം ചേർന്നു, അവിടെ വെച്ച് തീരുമാനമെടുത്തു. ജോസഫ് സാർ എന്നെ അന്ന് രാത്രി തന്നെ എന്നോട് സാറിൻ്റെ കൂടത്തിൽ എന്നെ വണ്ടിയെ കയറ്റി നേരെ ഞങ്ങൾ വെട്ടുകാട് പള്ളിയിലോട്ട് പോകുന്നു. വെട്ടുകാട് പള്ളിയിൽ പോയി നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് മോൻസിനെ നിർദ്ദേശിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് എന്നോട് ചില പാർട്ടിപരമായ ചില കാര്യങ്ങൾ അവിടെ വെച്ച് പള്ളിയിൽ ഞങ്ങൾ സംസാരിച്ചു. അവിടെ നിന്ന് പുറപ്പെടുവിക്ക് പോരുവാണ്. അതിനുശേഷം പിന്നീട് വീട്ടിൽ പല പ്രാവശ്യങ്ങളായിട്ട് ചേർന്നു. ഞങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ LDF ആയിട്ട് പിന്നെ ഈ സത്യപ്രതിജ്ഞ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനിരിക്കുന്നതിനിടയിലാണ് പാർട്ടിയിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ വരും. ചില പിന്നെ അന്ന് ഞങ്ങളുടെ കൂടെ സുരേന്ദ്രൻപിള്ളയുണ്ട്. അപ്പം സുരേന്ദ്രൻപിള്ള എന്നെ എല്ലാ പിന്തുണയിൽ നിന്ന് എന്നെ അനുഗ്രഹിച്ച് പിന്നെ മോൻസ് തന്നെ മന്ത്രി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് സുരേന്ദ്രൻപിള്ള അങ്ങനെ ഞങ്ങൾ സ്നേഹപൂർവ്വം തിരുവനന്തപുരത്ത് നിന്ന് പിരിഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ചില ഇടപെടലുകൾ വന്നു. ആ ഇടപെടലുകൾ വന്നപ്പം അദ്ദേഹം ഒന്നും നേരിട്ട് രംഗത്ത് വന്നില്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ കുറച്ചൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം പറഞ്ഞ ഒരു പോയിൻ്റ് ഞാൻ മനസ്സിലാക്കിയത്,
എന്നെയൊക്കെ ആക്കിയാൽ ഈ ചെറുപ്പമായതുകൊണ്ട് പിന്നെ മാറിയില്ലെങ്കിൽ കുഴപ്പമാണല്ലോ. ജോസഫ് സാർ തിരിച്ചു വരുമ്പോൾ ഞാൻ കൊടുത്തില്ല എന്ത് ചെയ്യും? രണ്ട് ഈ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിലേക്കൊക്കെ കടന്നു വന്നു കഴിയുമ്പം വളരെ സൂക്ഷിക്കണമെന്നുള്ളതാണ് പലരും പറഞ്ഞൊരു പോയിന്റ്. കാരണം പിന്നെ മാറാൻ സാധ്യതയില്ല. ഈ അധികാരം എന്ന അപ്പക്കഷ്ണം എന്നാണല്ലോ പറയുന്നത്. അധികാരം ഈ PWD ആണല്ലോ വകുപ്പ്. അപ്പം സാമ്പത്തികമായിട്ട് പല സാധ്യതകളുള്ളതാണ്. അതിനോട് VS പിണറായി സഹോ അന്ന് പാർട്ടി സെക്രട്ടറി SCPM ജോസഫ് സാർ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ സൂക്ഷിച്ചോണം മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഞങ്ങളെല്ലാം നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ഒരു ഉപദേശം എനിക്കുണ്ട്, സൂക്ഷിച്ചോണം എന്നുള്ള വിഷയമുണ്ട്. അപ്പം ഈ നമ്മളോട് പറഞ്ഞ് മറ്റുള്ളവരെല്ലാം പാർട്ടി നേതൃത്വത്തിൽ പറയുന്നത് എന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ ഞാനിത് മാറിയില്ല എന്നായി, അപ്പോൾ പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആക്കാതിരിക്കുക ബുദ്ധി എന്നുള്ള ലൈനിലേക്ക് ഒരു ചർച്ച വന്നു. അതൊരു സത്യമാണ്. അങ്ങനെ ഇത് കുറച്ച് നാളത്തേക്ക് വന്നപ്പോൾ പാർട്ടിക്ക് ഒരു ക്ഷീണമായിട്ട് വരുന്നൊരു ഘട്ടത്തിലാണ് പിന്നെ ഞങ്ങൾ പാർട്ടിപരമായിട്ട് തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ഏതായാലും പിന്നെ തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ എന്നെ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ആദ്യത്തെ എൻ്റെ പ്രതികരണം പി ജോസഫ് സാറിൻ്റെ കേസ് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ടി വരുന്നത്. സാറ് കുറ്റവിമുക്തനാക്കപ്പെട്ട അല്ലെ കേസ് അവസാനിച്ച് വരുന്നത് എപ്പോഴാണോ ആ നിമിഷം എന്നെ പാർട്ടി ഏൽപ്പിച്ച മന്ത്രിസ്ഥാനം ഞാൻ രാജിവെക്കുമെന്നും ജോസഫ് സാറിന് വേണ്ടി വഴിമാറുമെന്നും എൻ്റെ ഫസ്റ്റ് ഡിക്ലറേഷൻ അത് ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. ഈ കന്യാംഗത്തിൽ ജയിച്ച് MLA ആയതിനു ശേഷം മണ്ഡലത്തിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഏറ്റവും ആദ്യം നമുക്ക് അവിടെ റോഡുകൾ നന്നാക്കുക എന്ന, അതിന് വളരെ തകർന്ന് തരിപ്പണായി കിടക്കണ നല്ല റോഡൊന്നും കെടുത്തിരുന്നില്ല. MLA ഒന്നും ചെയ്തിരുന്നില്ല. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഇപ്പോൾ അവരുടെ ഒന്നും കുറ്റമല്ല. നമ്മുടെ PWD അല്ല, അതെ, അന്നത്തെ ഒരു സാഹചര്യം നമ്മുടെ നമ്മുടെ ആ ഒരു സമയത്തിന് മുമ്പ് ഞങ്ങളൊക്കെ വന്ന ആ ഒരു സമയം മുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ വികസനത്തിലേക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് MLA മാർ. പക്ഷേ പി ജോസഫ് സാർ അങ്ങനെയായിരുന്നു. സാർ ആദ്യം മുതൽ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് തൊടുപുഴ, പഴയ തൊടുപുഴ എന്തായിരുന്നു, ചെറിയൊരു കൊച്ചു പട്ടണമായിട്ട് മാത്രം നിന്നാണ്. ഇന്ന് തൊടുപുഴ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അത് സാറിൻ്റെ ഒരു വലിയ ദീർഘവീക്ഷണത്തിൽ നിന്ന് വന്ന പദ്ധതികളാണ് തൊടുപുഴയെ മാറ്റിമറിച്ചത്. വലിയ വിരോധത്തിലേക്ക് ഒരു വലിയ പട്ടണമായിട്ട് മാറി. അപ്പോൾ സാറിന് ആദ്യം മുതൽ ആ ഒരു കാര്യത്തിൽ കാഴ്ചപ്പാടുണ്ടായിരുന്നയാളാണ്. എന്നാൽ ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ പുതുപ്പള്ളി ആകട്ടെ അല്ലെങ്കിൽ പാലയാകട്ടെ, അവിടെയൊന്നും ഈ ആദ്യഘട്ടത്തിൽ വലിയ വികസന കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. അവരെല്ലാം കേരള രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കൾ എന്ന നിലയിൽ പോകുന്നതായിരുന്നു MLA-മാരുടെ പൊതുവായ ഒരു രീതി. അപ്പം മന്ത്രിയാകുന്നവർ കേരളത്തിന് വേണ്ടി മൊത്തം ഭരിക്കുക, MLA-മാരാകുന്നവർ നിയമസഭയെ നന്നായിട്ട് ശോഭിക്കുക, നിയമസഭാ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മണ്ഡലത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ മൊത്തം വികസനവും കാര്യങ്ങളും ഒക്കെയാണ് നിൽക്കുന്ന ഒരു ജനങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല. ആളുകളെല്ലാം വന്ന് ആവശ്യപ്പെടണം, ഇന്നൊരു റോഡ് നന്നാക്കണം, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം വേണം എന്ന് പറഞ്ഞു വരുമ്പോൾ അത് നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങുന്നതല്ലാതെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അല്ല, മുൻകാലങ്ങളിലുള്ളവർക്കൊന്നും കഴിവില്ലാഞ്ഞിട്ടോ അവരൊന്നും പ്രഗത്ഭരല്ലാഞ്ഞിട്ടോ അല്ല. ഇവിടെ മുള്ളരിങ്ങാട് ആന ഇറങ്ങി, വണ്ണപ്പുറം പഞ്ചായത്തിൽ ആന ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഫോറസ്റ്റിൽ നിന്ന് ഒരു താൽക്കാലികമായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഫെൻസിങ് ഇടാന്ന് പറയുന്നു. സർക്കാർ ഒരു ചെറുവരുടെ ഒരു അനക്കില്ല. MLA ഫണ്ടിൽ നിന്ന് അപ്പച്ചൻ 10 ലക്ഷം രൂപ കൊടുത്തു. 1 കിലോമീറ്റർ 300 മീറ്റർ അത് ഇട്ടു. ഡീൻ കുര്യാക്കോസ് MP, കോൺഗ്രസിൻ്റെ MP ഡീൻ കുര്യാക്കോസ് 8 ലക്ഷം രൂപ കൊടുത്തു. അടുത്ത സ്ട്രെച്ച് പണിതുകൊണ്ടിരിക്കുക. വീണ്ടും ഒരു സ്ട്രെച്ചോടെ പണിയാനുണ്ട്. സർക്കാർ അനങ്ങിയിട്ടില്ല. വീണ്ടും അപ്പച്ചൻ്റെ MLA ഫണ്ടിൽ നിന്ന് വീണ്ടും കൊടുത്തിട്ട് ബാക്കി സ്ട്രെച്ചും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ നിയമങ്ങളും ഇതാണ്. സർക്കാർ ഒരു പണിയും എങ്ങും ചെയ്യുന്നില്ല. ഈ MLA-മാർ പാവങ്ങൾ അവരുടെ MLA ഫണ്ടിൽ നിന്നാണ് ഈ മണ്ഡലങ്ങൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അടുത്തൊരു കിടങ്ങൂരിൽ നിന്ന് കൂടല്ലൂർക്ക് പോകുന്ന ഒരു റോഡ് PWD റോഡാണ്, തകർന്ന് തരിപ്പണായി കിടക്കുക. ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടണില്ല. അവസാനം ആളുകൾ മുഴുവൻ സമരം ചെയ്തൊരു MLA ഇടപെട്ടിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ, ചെയ്താൽ പോരെ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. അവസാനം ഇപ്പം അബു പറഞ്ഞ പോലെ പിന്നെ ഞാൻ MLA ഫണ്ട് കൊടുത്ത് ഞാനവിടെ PWD റോഡ് അറിയുന്നു. ആ റോഡ് സഞ്ചാരയോഗ്യമാക്കി പരാതി പരിഹരിച്ചു. സത്യത്തിൽ PWD ചെയ്യേണ്ട വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പം യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ച കൊണ്ടും സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും വരുന്ന കുഴപ്പങ്ങളല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ മണ്ഡലത്തെ നോക്കുന്നുണ്ട്. പിന്നെ ഈ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി മറ്റ് സ്റ്റേറ്റൊട്ടാകെ നോക്കേണ്ടി വരുന്നു, അല്ലെ ജോസഫ് സാറിനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പോകുന്നു, അതുകൊണ്ട് മണ്ഡലത്തിലെ കാര്യം നോക്കുന്നില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ ഒരു വലിയ തട്ടിപ്പാണ്. എന്നറിയോ, ഞാൻ KSC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് MLA ആളാണ്. KSC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ ഓടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് KSC പ്രസിഡന്റ് കഴിയുമ്പോൾ യൂത്ത് ഫണ്ട് പ്രസിഡന്റാണ്, യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ സമരവും ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ അന്നും എൻ്റെ മണ്ഡലം പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഞാൻ MLA ആയ കാലം മുതൽ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായി കേരളം മുഴുവൻ ഓടുകയും ചെയ്യും, കടുത്തുരുത്തി ഫുൾ ടൈം നിൽക്കുകയും ചെയ്യും. ഞാൻ രാവിലെ തിരുവനന്തപുരത്തുണ്ട്, വൈകിട്ട് കടുത്തുരുത്തിലുണ്ട്. അപ്പോൾ അത് നമുക്ക് എൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ രീതി അതാണ്.
ഒരു മണ്ഡലത്തിലെ കാര്യം കഴിഞ്ഞിട്ടല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതാ. മറ്റേ അപ്പൊ വാസവന് ഇപ്പോഴും പറഞ്ഞേ ഇപ്പോഴും നല്ല വികസനം റോഡുകളാണ് കാണണമെങ്കിലേ കടുത്തുരുത്തിക്ക്. അല്ല വികസനം കാണണമെങ്കിൽ ഏറ്റുമാനൂരെ MLA തൊട്ടടുത്ത് കടുത്തുരുത്തിയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞതാ. കടുത്തുരുത്തി ഞാൻ പറഞ്ഞല്ലോ, LDF സർക്കാർ 9 വർഷം കൊണ്ടുണ്ടാക്കിയ വികസന മുരടിപ്പ് കൊണ്ട് വന്നിരിക്കുന്ന കുറവല്ലാതെ കടുത്തുരുത്തിയിൽ വികസന രംഗത്ത് ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളുടെ ഒരു ധവളപത്രം ഇറക്കാൻ ഞാനിപ്പോൾ തീരുമാനിച്ചു. ജനങ്ങൾക്കിടയിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അപ്പം നമുക്ക് ഈ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ ആളുകളുടെ മുമ്പിൽ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ജനങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പ്രചരണം അഴിച്ചുവിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപവാദ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അത് ഏറ്റില്ല, ജനങ്ങൾ എൻ്റെ കൂടെ നിന്നു. രണ്ടും കാരണം തുറന്ന പുസ്തകം പോലെ നമ്മളൊക്കെ നിൽക്കുകയാണ്. ജനങ്ങൾക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവർ നേരിട്ട് നമ്മളെ കാണുന്നുണ്ട്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം. ഇപ്പം തൊടുപുഴ പുറപ്പുഴയിലെ വീടിന് ഗേറ്റ് അടച്ചെന്ന് പറഞ്ഞവരാണ് ഈ വിമർശകന്മാർ. ആ ഗേറ്റ് തുരുമ്പെടുക്കുന്നതിനെ കുറിച്ച് അവ പറഞ്ഞു. അടയ്ക്കാത്തോട് അങ്ങനെ എത്ര കാലം ഇന്ന് വരെ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ പുറപ്പുഴ വീട്ടിപ്പോണ ഇത്രയും കാലത്തിനോടകത്ത ഗേറ്റ് അടച്ച ചരിത്രമില്ല. അങ്ങനെ എല്ലാ കാലത്തും രാത്രിയും പോലും തുറന്നിട്ടിരിക്കുന്ന ഒരു ഗേറ്റ്. ആ ഗേറ്റിൻ്റെ മോഡലാണ് ഞങ്ങളുമൊക്കെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഗേറ്റും അടയില്ല, ഒരിക്കൽ പോലും അടയില്ല. രാത്രിയിൽ എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. ഏത് പാതിരായ്ക്ക് ഏത് മനുഷ്യനും വരാം. അങ്ങനെ നിൽക്കുന്ന ഒരു പൊതുജീവിതത്തിൽ നിൽക്കുന്ന തുറന്ന പുസ്തകമായിട്ട് നിൽക്കുന്ന ഞങ്ങളെയൊക്കെ വെറുതെ കയറി രാഷ്ട്രീയ എതിരാളികൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പം ഇവരെക്കാൾ നല്ല ബോധ്യത്തിലാണ് ജനം നിൽക്കുന്നത്. കാരണം അവർക്ക് ഞങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഉപദ്രവങ്ങൾക്കിടയിലും ആളുകൾ പിന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കടുത്തുരുത്തിയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പൊതുയോഗത്തിൽ പറഞ്ഞു 99 സീറ്റ് കേരളത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പിണറായി വിജയം കൊയ്തപ്പോഴും ഒരു തുരുത്തായി കടുത്തുരുത്തി മാറി നിന്നതിൽ ജാതി മത ഭേദമന്യേ ഞങ്ങളുടെ എല്ലാ വോട്ടുണ്ട് എന്ന് മോൻസ് ഓർക്കണമെന്ന് പറഞ്ഞു. സത്യം, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പല പാർട്ടി മറ്റേ എതിർ പാർട്ടിപ്പെട്ടവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതിനിടയിൽ ഇപ്പോൾ ഈ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിനകത്തൊരു ലക്ഷ്യമുണ്ട്, ഒരു ദുരുദ്ദേശമുണ്ട്. കാരണം ഏതെങ്കിലും മറ്റു രീതിയിലൊന്നും ആക്രമിക്കാൻ പറ്റണില്ല. അപ്പോൾ അതിന് പകരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ പിന്നെ മുടന്തൻ ന്യായങ്ങൾ അവർക്ക് വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളെ എങ്ങനെ ടോർപ്പിഡോ ചെയ്യാം എന്നൊരു ഉദ്ദേശം ഈ ജോസ് കെ മാണിയുടെ പാർട്ടിക്കും ഉണ്ട്, CPM-നൊക്കെ ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഞാനൊരു കേന്ദ്രീയ വിദ്യാലയം കടുത്തുരുത്തി കൊണ്ടുവന്നു. കടുത്തുരുത്തിയിൽ കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. കേന്ദ്രീയ വിദ്യാലയം തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഒന്നിച്ചിരിക്കുക. അപ്പം ഞാനൊരു കേന്ദ്രീയ വിദ്യാലയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഞാൻ പാലായിലൊരു കേന്ദ്രീയ വിദ്യാലയം വയ്ക്കാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല, പിന്നെ കടുത്തുരുത്തിയില്ല, അതൊന്നും നടക്കുന്ന കേസല്ല എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു. കേരളത്തിൽ ഒറ്റ എണ്ണ എനിക്കില്ല. ഇവർ പല MP-മാരും അന്ന് ഇത് നടക്കില്ലാത്ത കേസാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. ഞാൻ അന്തസ്സായിട്ട് കടുത്തുരുത്തിയിൽ കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നു. കേരളത്തിൽ ഇത് കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം 8 ഏക്കർ സ്ഥലവും ഞാൻ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി. കടുത്തുരുത്തിയിൽ പഞ്ചായത്ത് വാങ്ങിച്ച സ്ഥലത്തുനിന്ന് 8 ഏക്കർ സ്ഥലം ഇതിനു വേണ്ടി നമ്മൾ കൈമാറി കൊടുക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടി സാർ അതിൻ്റെ ഉത്തരവ് ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് പോയി. പിന്നെ പിണറായി വിജയൻ LDF ഗവൺമെൻറ് വരുവാണ്. 9 വർഷമായിട്ട്. അപ്പോൾ അവിടെ ഈ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ നിലം മേടിച്ചാണ്. അവിടെ ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ കെട്ടിടം അവിടെ നമ്മളിപ്പോൾ നിലവിൽ പടുത്തുയർത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് കേന്ദ്രീയ വിദ്യാലയം ഉള്ളത്. 9 വർഷമായിട്ട് സാങ്ഷൻ തരുന്നത്. ആദ്യം LDF, ഇപ്പം ഇവർ പലരും ടോർപ്പിഡോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതുകൊണ്ട് ഇത് നടത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു സങ്കടമുള്ളത് 30 കോടി രൂപ കെട്ടിടം പണിയാൻ കേന്ദ്രത്തിൽ നമ്മൾ ഈ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ അതോറിറ്റീസ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ പണിയാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ്. അപ്പം ഇനി ഒരു 5-6 മാസം കൂടെ കാത്തിരുന്നാൽ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വരുവാണെങ്കിൽ പോലും നമ്മൾ പണിയും. അത് വേറെ കാര്യം. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം ഇവരുടെ പുറകെ അധികം നടന്നിട്ട് കാര്യമില്ലെന്നുള്ളത് ഏകദേശം മനസ്സിലായതുകൊണ്ട് നമ്മൾ തൽക്കാലം ക്ഷമിച്ചിരിക്കുകയാണ്. ഈ 2016-ലാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരുന്നത്. 2016 മുതൽ 2021 വരെയുള്ള ഒന്നാം ഇടതുമുന്നണി സർക്കാരും ഇപ്പോൾ 21 മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിൻ്റെയും കാലത്താണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. അത് ഉരുൾപൊട്ടലായിട്ടും മറ്റ് പലതരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കണ്ടു ധാരാളം പ്രശ്നങ്ങൾ. ഈ ജൂലൈ 30 ഇന്നലെയാണ് മുണ്ടക്കൈ ചൂരൽമല ആ ദുരന്തത്തിന് 1 വയസ്സ് പൂർത്തിയാവുന്നത്. അങ്ങേപോലെയുള്ളവരൊക്കെ നിയമസഭയിലുണ്ട്. അവിടെ ഒരു ശാശ്വതമായ ഒരു പാർപ്പിട സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. മാതൃകാ ഭവനം എന്ന് പറഞ്ഞിട്ട് 30 ലക്ഷം രൂപയുടെ ഒരു
കെട്ടിടത്തിൻ്റെ ചിത്രം ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. അപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായതിന് ശേഷം താങ്കളുടെ പാർട്ടിക്ക് അവിടെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഇതിൻ്റെ ദുരന്ത ഭൂമിയിൽ ആദ്യം തന്നെ എല്ലാവരും ആത്മാർത്ഥതയോടെ ഓടിയെത്തിയവരാണ്. അപ്പോൾ അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാർ തന്നെ നിർദ്ദേശം കൊടുത്തു, നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ വഴി കൊടുക്കാൻ കഴിയുന്നിടത്തോളം സഹായങ്ങൾ കൊടുക്കുക, പറ്റുന്നിടത്തോളം കാര്യങ്ങൾ പാർട്ടി തന്നെ ഏറ്റെടുത്ത് ചെയ്യുക. ഇതൊക്കെ നമ്മൾ തീരുമാനിച്ച് നിൽക്കുമ്പോൾ ഒരു മറുവശം സർക്കാർ പറഞ്ഞു ആരുടെയും സഹായം വേണ്ട, LDF ഗവൺമെൻറ് ഇത് മൊത്തം ചെയ്യും. ഈ 700 കോടി രൂപയോളം പിരിഞ്ഞു കിട്ടിയത് എന്തു ചെയ്തു? പ്രശ്നം ഞാൻ ഇപ്പം കോൺഗ്രസ് 100 വീട്, രാഹുൽ ഗാന്ധി അന്ന് 100 വീട് വെച്ചു, കോൺഗ്രസ് KPCC പറഞ്ഞു, മുസ്ലിം ലീഗ് അവർ തന്നെ വീട് വെച്ച് കൊടുക്കുന്ന പറഞ്ഞു, കത്തോലിക്ക സഭ. അന്ന് അമേരിക്കയിൽ ഞാൻ ഷിക്കാഗോ രൂപതയുടെ ജൂയി ആലപ്പാട്ട് പിതാവുമായിട്ട് ഞാൻ ആ സമയത്ത് സംസാരിച്ച് എത്ര വീട് വേണം വെച്ച് കൊടുക്കാനായിട്ട് രൂപത തയ്യാറാണ്. പക്ഷേ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഗവൺമെൻറ് വീടിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കണം. കാരണം ഇപ്പോൾ 700 കോടി രൂപ വന്നാൽ ആ പണം ഈ വീട് വയ്ക്കാൻ വേണ്ടിയാണോ, ആ പാവങ്ങളെ അവിടെയുള്ള മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണോ വിനിയോഗിക്കുന്നത്? ഇതിന് വ്യക്തത വേണം, കണക്ക് വേണം. ഇതൊന്നും നടന്നില്ല. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അന്ന് മുതൽ ആവശ്യപ്പെട്ടു, സെപ്പറേറ്റ് അക്കൗണ്ട്, ഇതിനു വേണ്ടി ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ സഹായിക്കുന്നത് അക്കൗണ്ടബിൾ ആകുക, ഇതിനെ കണക്ക് പുറത്തു വിടുക, ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമായി ചെയ്യുക, ഏതെല്ലാം ആളുകൾക്ക് വേണ്ടി സഹായം ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഇത് പുറത്തു വിടുക, അത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അത് കേരളത്തിന് ആവശ്യമാണ്. ഇനിയും നമ്മളെ ആളുകൾ സഹായിക്കണമെങ്കിൽ ആവശ്യമെന്നുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഇതിനകത്തൊക്കെ അഴിമതി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കഥ. അഴിമതി കൊണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു, വകമാറ്റി ചെലവഴിക്കൽ, മറ്റ് കാര്യങ്ങൾക്കെടുത്ത് വിനിയോഗിക്കുക. അല്ലെന്നേ ഇപ്പം ഒരു ദുരന്ത ഓഫീസ്, അതായത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സൈറ്റ് ഓഫീസ് തുടങ്ങിയതിന് 20 കോടി രൂപയാണ് വകമാറ്റിയിരിക്കുന്നത്. 6 മാസത്തിന് മുമ്പ് തന്നെ ഈ 300 രൂപ വീതമുള്ള ദിനബത്ത കൊടുക്കുന്നില്ല. 6000 രൂപ വാടക എന്നുള്ളത് പലർക്കും കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ഒരു പ്രതികരണം, കൃഷിനാശം സംഭവിച്ചവർക്കൊന്നും കിട്ടി. 2 ഏക്കർ കൃഷി നഷ്ടപ്പെട്ടു പോയ അണ്ണയ്യൻ എന്ന് പറയുന്ന ഒരാൾക്ക് കൃഷി വകുപ്പിൽ നിന്ന് ആകെ കിട്ടിയത് 37,000 രൂപയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പം നിലനിന്ന് പോകുന്നത്. കടുത്തുരുത്തി മണ്ഡലത്തിൽ മോൻസ് ജോസഫിനെ പരാജയപ്പെടുത്തുക എന്നൊരു അജണ്ടയുമായിട്ട് എതിർചേരിയിലുള്ളവർ നിലകൊള്ളുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, തമാശ രൂപേണയാണെങ്കിലും, ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ വന്ന് മത്സരിച്ചാൽ എന്താണ് മോൻസ് ജോസഫിൻ്റെ പ്രതികരണം? ഞാൻ ഇപ്പോൾ അതിനകത്ത് ഒരു പ്രതികരണത്തിലേക്കും പോകുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കാൻഡിഡേറ്റ് ആരാന്നുള്ളത് എനിക്ക് നോക്കേണ്ടതില്ല. എക്സ് ഓർ വൈ, ഏതായാലും ജോസ് കെ മാണിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളോ സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല. ജോസ് കെ മാണിയുടെ അദ്ദേഹം പിന്നെ അവരുടെ സ്ഥാനാർത്ഥി ആര് വന്നാലും അവരെ നേരിടുക എന്നുള്ളതാണല്ലോ UDF സ്ഥാനാർത്ഥിയായ എൻ്റെ കടമ. അതുകൊണ്ട് ഇന്ന സ്ഥാനാർത്ഥി വന്നാൽ എങ്ങനെ ഇരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല. വരുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും കടുത്തുരുത്തി UDFൻ്റെ ഉരുക്ക് കോട്ടയാണ്. ആ UDFൻ്റെ ഉരുക്ക് കോട്ട സംരക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. അതാര് മത്സരിക്കാൻ വന്നാലും അവരെ പരാജയപ്പെടുത്തി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ കടുത്തുരുത്തിയുടെ MLA UDFൻ്റെ സർക്കാരിന് വേണ്ടി കൈ ഉയർത്താൻ നിയമസഭയിലുണ്ടാകും. ജോസഫ് ഗ്രൂപ്പ് വിഭാഗത്തിന് അതിൻ്റേതായ ഒരു വേരോട്ടമില്ലെന്ന് പറയാം. അതായത് കോട്ടയം ജില്ലയിൽ ജോസഫ് വിഭാഗത്തിന് കാര്യമായ വേരോട്ടമില്ല. അപ്പോൾ പിന്നെ ഈ ഫ്രാൻസിസ് ജോർജ് ജയിച്ചത് ഏത് വോട്ട് മേടിച്ചിട്ടാണ്? പാലയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് സാർ, അത് മാണി സാർ മരിച്ച ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് PJ ജോസഫ് സാർ കൂടെ കടുത്തുരുത്തിയിൽ പാലായിൽ പ്രസംഗിക്കാൻ വരണം UDFൻ്റെ തീരുമാനമായിരുന്നു. അങ്ങനെ PJ ജോസഫ് സാർ പാലായിൽ എല്ലാവരും ആഗ്രഹിച്ചത് പ്രകാരം അവിടെ വരുമ്പം സത്യത്തിൽ വളരെ ഹോണറബിളായി PJ ജോസഫ് സാർ അന്ന് പാർട്ടി ഒരു ഭിന്നതയുടെ വക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ കാൻഡിഡേറ്റാണ് അവിടെ മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്ന് പ്രസംഗിക്കാൻ ജോസഫ് സാറിനെ പോലെ കേരള കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളിൽ മുഖ്യനായിട്ട് പ്രധാനപ്പെട്ട ആളായ അദ്ദേഹം വരാൻ തയ്യാറായപ്പം
ഓണറബിളായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് മാന്യമായിട്ട് കൈകാര്യം ചെയ്യായിരുന്നു. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ടതായിരുന്നു. അതിന് പകരം ആ വേദിയിൽ ഉമ്മൻചാണ്ടിയും അന്ന് നമ്മുടെ UDF-ൻ്റെ പ്രമുഖരായ നേതാക്കളെല്ലാം ഉള്ള ആ വേദിയിൽ അന്ന് സത്യത്തിൽ പി ജോസഫ് സാറിനെ അപമാനിക്കുന്ന വിധത്തിൽ പാലായിലെ ജോസ് കെ മാണിയുടെ അനുയായികൾ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞങ്ങൾ കരുതുന്നു പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞൊരു ഡയലോഗാണ് ഇപ്പോൾ പറഞ്ഞത്. ജോസഫിൻ്റെ കൂടെ ഒന്നും പാലായിൽ ആരുമില്ല, പി ജെ ജോസഫിന് പാലായിൽ എന്ത് പ്രസക്തി ഇരിക്കുന്നു, അതുകൊണ്ടൊന്ന് കൂവിയാലും കുഴപ്പമില്ല. വിവരം അറിഞ്ഞു. KM മാണി സാർ മരിച്ച ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജനങ്ങളങ്ങ് തീരുമാനിച്ചു. അവർ കൈതച്ചക്കയിൽ മത്സരിക്കാൻ വന്ന ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെ മാണി സാറിൻ്റെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പാലായിൽ തോപ്പിച്ചു. പാലായിലാണ് 55 വർഷം NCP-യുടെ മാണി സി കാപ്പൻ മാണി സാറിനോട് സ്ഥിരം തോറ്റുകൊണ്ടിരിക്കുക. ആ മാണി സി കാപ്പനെ ജനങ്ങളെ ജയിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒന്നും കയ്യിലല്ല ഈ സംഭവം ഇരിക്കണം എന്നുള്ള ഉറപ്പായല്ലോ. അപ്പോൾ ഒരു ഡയലോഗുണ്ട്. അപ്പോൾ പറഞ്ഞു അത് ജോസ് കെ മാണി മത്സരിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ കടുത്തുരുത്തിയുടെ കാര്യം ചോദിച്ചോലെ, ജോസ് കെ മാണി മത്സരിക്കാത്തത് കൊണ്ടാണ് ആ പാലായിൽ ജോസ് ടോം തോറ്റുപോയത്. കൈതച്ചക്ക ആയതുകൊണ്ട് ചിഹ്നം വന്നില്ല. കൈതച്ചക്ക ജോസഫ് അത് ചിഹ്നം തന്നില്ല. അതുകൊണ്ട് കൈതച്ചക്ക ആയതുകൊണ്ടാണ്. അതുകൊണ്ട് 2 ചിഹ്നം ഇങ്ങനെ വന്നാൽ ജോസ് കെ മാണി തന്നെ മത്സരിച്ചാൽ ഞങ്ങൾ പുഷ്പം പോലെ ജയിക്കുന്നു. 25 വോട്ട് ജയിക്കുന്നു. ഞങ്ങൾ സമ്മതിച്ചു, ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ മാണി സി കാപ്പൻ UDF-ലേക്ക് കടന്നു വരാൻ തയ്യാറായി. LDF-ൽ അദ്ദേഹത്തിന് സീറ്റ് കുടിക്കില്ലെന്ന് പറഞ്ഞ് പിന്നെ വേറെ മാർഗ്ഗമില്ല. UDF അദ്ദേഹത്തെ സംരക്ഷിച്ചു. മാണിച്ചന് അവിടെ ഞങ്ങളെല്ലാം കൂടെ കൂട്ടിയാണ്. പി ജെ ജോസഫ് സാറിന് പാലായിൽ ശക്തിയില്ല, ആരും കോട്ടയം ജില്ലയില്ലെന്നാണല്ലോ പറയണേ. മാണി സി കാപ്പൻ്റെ ഇലക്ഷൻ്റെ മെയിൻ ക്യാമ്പയിൻ മറ്റൊരു അപമാനിച്ച് മോശമായിട്ട് പെരുമാറിയെങ്കിൽ മാണി സി കാപ്പൻ ജോസഫ് സാറിൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിച്ചു. ഇലക്ഷന് വേണ്ടി ചെയ്യാവുന്ന എല്ലാ ക്രമീകരണങ്ങൾക്കും ജോസഫ് സാർ തന്നെ മുൻകൈ പ്രവർത്തനങ്ങളുടെ രംഗത്ത് നിന്നു. സാക്ഷാൽ ജോസ് കെ മാണി മത്സരിച്ചാൽ പുഷ്പം പോലെ പാലായിൽ 25,000 ജയിക്കുമെന്ന് പറഞ്ഞെടുത്ത് ജോസ് ടോൻ 2,500 തോറ്റുള്ളൂ. ഇത് 17,500 തോറ്റുപോയി. 17,500 നോക്കുക പാലായിലാന്ന് ഓർക്കണം. അപ്പോൾ പാലായിൽ രക്ഷയില്ലാത്ത ഈ സ്ഥിതിവിശേഷം നേരിട്ട് നമ്മൾ കണ്ടപ്പോൾ അന്ന് ഞങ്ങൾ പാഠം പഠിക്കുന്നു. അടുത്ത ഒന്നുകൂടെ അടുത്തത് പാർലമെന്റ് ഇലക്ഷൻ ഫ്രാൻസിസ് ജോർജ്. അപ്പോൾ പറഞ്ഞു കോട്ടയം പാർലമെന്റിലേക്ക് ജോസ് കെ മാണിയുടെ പാർട്ടിയും ഇടതുപക്ഷം കൂടെ ചേർന്നാൽ പിന്നെ വേറെ ആർക്കും കാല് കുത്താൻ പോലും പറ്റിയില്ല. എല്ലാവരും നാട് വിട്ടണം. പിന്നെ ഞങ്ങൾ മൊത്തം അവരുടെ കയ്യിലായി. ഇതായിരുന്നു ചിന്ത. പുതുപ്പള്ളി ബൈ ഇലക്ഷൻ ജോസ് കെ മാണിയുടെ പാർട്ടി അങ്ങ് ചെന്ന ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷൻ. അപ്പോൾ അവരുടെ കേരള കോൺഗ്രസിന്റെ കുറെ ബെൽറ്റ് ഉണ്ട്. അകലക്കുന്നം, കൂരോപ്പട, ഇങ്ങനെ വരുന്ന കുറെ മേഖലകളെല്ലാം കേരള കോൺഗ്രസ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവിടെയെല്ലാം ഭയങ്കര ഭൂരിപക്ഷം ചാണ്ടിയുമ്മനെതിരെ ജയിക്കിന് മേടിച്ചു കൊടുക്കും, ജയിക്കും എന്നങ്ങ് പ്രഖ്യാപിക്കുക. അതും വിവരം അറിഞ്ഞു. അത് ആ മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടി സാറിന് കിട്ടാത്തങ്ങളെ കൂടുതൽ ഭൂരിപക്ഷം മേടിച്ചു. അപ്പോൾ അവിടെയും ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം ക്യാമ്പയിനിലുണ്ട്. ഇതിന് ശേഷം പിന്നെ കണ്ടാണ് പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്പം ഞങ്ങൾക്ക് അതിനകത്ത് ശരിയാണ്. അപ്പം അവർ ഈ പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ ഞങ്ങളാണ് വലിയ പാർട്ടി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് കാര്യം. പക്ഷെ ഞങ്ങൾ നല്ലതുപോലെ അധ്വാനിച്ചു. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയെ നല്ലതുപോലെ പഠിച്ചു. ജോസ് കെ മാണിയുടെ പാർട്ടി UDF വിട്ട് പുറത്തു പോയതിന് ശേഷവും കോട്ടയം പോലുള്ള ജില്ലകളിൽ, ഇടുക്കി ജില്ലയിൽ, എറണാകുളം ജില്ലയുടെ ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം UDF-ന് പോറലേൽക്കാതെ സംരക്ഷിക്കുക എന്ന ദൗത്യം എത്ര സർവീസ് സഹകരണ ബാങ്കുകൾ UDF തിരിച്ചു പിടിച്ചു. അവര് ഏകപക്ഷീയമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കുകൾ UDF തിരിച്ചു പിടിച്ചു. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ ജോസ് കെ മാണിയുടെ പാർട്ടി പോയതുകൊണ്ട് ഇനി UDF-ന് രക്ഷയില്ല എന്ന പ്രചരണം അവർ തന്നെ ജോസ് കെ മാണിയുടെ ആളുകൾ ഇറങ്ങിയിട്ട് കുറച്ച് കോൺഗ്രസ്സുകാർക്കും തോന്നിയിട്ടുണ്ട്. ഇതെന്താ അവസ്ഥ എന്ന് അറിയത്തില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഒരു കടമയുണ്ടായിരുന്നു. ഇവർ പോയെന്ന് പറഞ്ഞാലും UDF-ന് ഒരു പോറൽ ഏൽക്കാതെ ഈ മുന്നണിയെ സംരക്ഷിക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി ഞങ്ങളുടെ പങ്ക് വഹിക്കണം. ഞങ്ങൾ പാർട്ടിയെ പടുത്തുയർത്തുന്ന വലിയ വർക്കാണ് ഈ പാർട്ടി പിളർപ്പിന് ശേഷം ഞങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ നല്ലതുപോലെ ഇടപെടലുകൾ നടത്തി. ഏറ്റവും അവസാനം നടന്നത് ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള നേരിട്ട് മത്സരമാണ്. ജോസ് കെ മാണിയുടെ പാർട്ടിയും പി ജെ ജോസഫിൻ്റെ പാർട്ടിയും LDF-ലേക്ക് ജോസ് കെ മാണി പോയ ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ ഞങ്ങൾ UDF-ൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് UDF-നെ സംരക്ഷിക്കാൻ നടത്തുന്ന ലോക്സഭാ ഇലക്ഷൻ. അവിടെ 2 കൂട്ടരും തമ്മിൽ മത്സരിപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടി പറഞ്ഞ എന്താണ്, അവരേതാണ്ട് 1 ലക്ഷം വോട്ടിന് കോട്ടയം പാർലമെൻറ്റ് ജയിക്കും. 100% തിളക്കം മാറുന്ന സ്ഥാനാർത്ഥിയാണ് തോമസ് ചാഴികാടൻ. അപ്പോൾ അദ്ദേഹം കാൻഡിഡേറ്റ് എന്നതിൽ ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഞങ്ങളും കൂടി നേരത്തെ അനുകൂലിച്ചാണ്. പക്ഷെ ഞങ്ങൾ അനുകൂലിച്ചുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞുകൊണ്ട് ജയിച്ചത്. കേരള കോൺഗ്രസ് ഒന്നിച്ചു നിന്നു, UDF-ലായിരുന്നുകൊണ്ട് ജയിച്ചു. ഇപ്പോൾ LDF-ലേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് പി ജോസഫിൻ്റെ പാർട്ടിയെ വിജയിപ്പിക്കാൻ ദൗത്യമാണ്. നേരിട്ടുള്ള പോരാട്ടത്തിൽ കോട്ടയത്ത് ചിത്രം വ്യക്തമായല്ലോ. അവർ പറയുന്ന പ്രചരണമല്ല ജനങ്ങൾ സ്വീകരിച്ചതെന്നുള്ളത് ഉറപ്പായി. ജോസ് കെ മാണിയുടെ പാർട്ടി
1,00,000 വോട്ടിന് കോട്ടയം പാർലമെൻറ്റിൽ പരാജയപ്പെടുന്നു. 2 ചിഹ്നത്തിൽ തോക്കുന്നു. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ PJ ജോസഫിൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വിജയിക്കുന്നു. ഏതാണ്ട് അപ്പോൾ 90,000 UDF വേണ്ടി കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം ഞങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസും കേരള കോൺഗ്രസും ഒരേ മനസ്സോടെ നിന്ന് വർക്ക് ചെയ്ത്, മുസ്ലിം ലീഗ് വർക്ക് ചെയ്ത്, മറ്റ് ഘടകകക്ഷികളും ഞങ്ങൾ സീറ്റ് നിലനിർത്തി UDF മാന്യമായി പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പം രാഷ്ട്രീയമായി ജോസ് കെ മാണിയുടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചരണങ്ങൾക്ക് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ വില പോയില്ല എന്ന് തെളിയിച്ച് നിൽക്കുന്ന ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി ചെയർമാൻ PJ ജോസഫിൻ്റെ മകൻ അബു ജോൺ ജോസഫും പാർട്ടിയുടെ തന്നെ കരുത്തനായ ഒരു നേതാവ് മോൻസ് ജോസഫും നിങ്ങൾ പരസ്പരം കലഹിക്കുകയാണെന്നും തമ്മിൽ കണ്ടാൽ മുഖം തിരിച്ചു പോകുമെന്നും കടുത്തുരുത്തിയിൽ അതുകൊണ്ടാണ് കടുത്തുരുത്തിയിൽ സീറ്റ് നിഷേധിച്ചാൽ മാണി ഗ്രൂപ്പിൽ ഒരു സീറ്റിന് വേണ്ടി മോൻസ് ജോസഫ് പ്രത്യേക ദൂതനെ അയച്ചു എന്നും വരെ ചില ഫേസ്ബുക്ക് ഓൺലൈൻ ചാനലുകളിലൊക്കെ കണ്ടു. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് 1 വയസ്സ് പ്രായമുള്ള മോൻസ് ജോസഫ് അല്ലേ, 61 എത്ര, അപ്പോൾ 60 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാർട്ടി ഉണ്ടാകുമ്പോൾ 1 വയസ്സാണ് അല്ലേ? ഒരു വയസ്സ് വർഷം നമ്മളുണ്ടാണ്. അപ്പോൾ 1964 കേരള കോൺഗ്രസ് എന്ന ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുമ്പോൾ ജനിച്ച മോൻസ് ജോസഫ് ആ പാർട്ടിയുടെ അമരത്ത് ഇപ്പോഴിരിക്കുന്ന ആ പാർട്ടിയുടെ അമരത്ത് ഇപ്പോഴിരിക്കുന്ന PJ ജോസഫ് സാറിൻ്റെ മകനുമായി ഒന്നിച്ചിരുന്ന് ഒരു കൂടിക്കാഴ്ച നമ്മൾ നടത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിടയിലുള്ള ഒരു അതിന് പ്രത്യേകം നന്ദി ഒരു കെമിസ്ട്രി എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്? കാര്യം മോൻസ് ജോസഫിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനോടുള്ള സ്നേഹവായ്പോടുകൂടി കണ്ണ് നിറഞ്ഞ് സംസാരിച്ച അബു ജോസഫിനെ ഞാൻ കണ്ടു. നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി എങ്ങനെയാണ്? അല്ല, ഞാൻ അതിന് ഉത്തരം പറഞ്ഞോട്ടെ. അതായത് ഈ 96 MLA ആയി എന്ന് പറയുന്നു മീൻസ്, അതിനുശേഷം ഇതുവരെ ഇപ്പോൾ 2025 നമ്മൾ എത്തി നിൽക്കുകയാണ്. PJ ജോസഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും വിജയങ്ങളിലും പരാജയങ്ങളിലുമൊക്കെ ഇന്ന് പാർട്ടി നേതൃത്വത്തിലുള്ള നേതാക്കന്മാരെ നോക്കുമ്പോൾ അന്നും ഇന്നും ശക്തമായിട്ട് കൂടെ നിന്ന നേതാവ് എന്ന് പറയുന്നത് മോൻസ് ജോസഫാണ്. ഒരു പ്രതിസന്ധിയിലും പാർട്ടി ചെയർമാനെ വിട്ട് മോൻസ് ജോസഫ് പോയിട്ടില്ല. അതുപോലെ ഏത് തീരുമാനവും ഇപ്പോൾ UDF മറ്റ് പൊതുവേദികളിലാണെങ്കിലും പാർട്ടി ചെയർമാനായ PJ ജോസഫിൻ്റെ ഒരു കാര്യം പറയാതെ ഇദ്ദേഹം ഒരു പ്രസംഗിച്ചാൽ ഒരു 10 പ്രാവശ്യമെങ്കിലും PJ ജോസഫ് എന്ന് പറഞ്ഞാൽ ചെയർമാനെ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞു ഞാനും മോൻസ് ജോസഫുമായിട്ട് അടിയാണ്. അബു ജോൺ ജോസഫ് കടുത്തുരുത്തിയിൽ പോയി മത്സരിക്കുന്നൊക്കെയാണ് പല ചാനലും കണ്ടത്. അബു ജോൺ ജോസഫ് കടുത്തുരുത്തിയിൽ പോയി മത്സരിക്കുന്നു. അതുപോലെ നേരത്തെ ഇദ്ദേഹം തന്നെ പറഞ്ഞു പുറപ്പുഴയിൽ മോൻസ് വരുമ്പോൾ ഗേറ്റ് അടച്ചിട്ടെന്നൊക്കെ പറയണേ. ആ ഗേറ്റ് തുരുമ്പെടുത്ത് അടയാണ്ടായിട്ട് ഇപ്പോൾ 10-25 വർഷമായി. അപ്പം ആ രീതിയിലുള്ള ഒരു ആരോപണം എന്നൊക്കെ പറയുന്നത് നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു ഇദ്ദേഹമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ. അവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്ന അവർക്ക് അടുത്ത പ്രാവശ്യം ഇലക്ഷനുകൾ ജയിക്കണമെങ്കിൽ എന്തെങ്കിലും വികസന കാര്യങ്ങൾ പറയണ്ടേ? ഈ പൊതുജനത്തിലെ കാർഷിക മേഖലയിൽ ഇത്രയും കഷ്ടതകൾ ഉണ്ടാകുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കർഷകന് വേണ്ടി ചെയ്തെന്ന് പറയാൻ പറ്റും. ഈ വന്യജീവി ആക്രമണം എവിടെയെങ്കിലും ആ മുന്നണി യോഗത്തിലോ ആ ഇടതുപക്ഷ ക്യാബിനറ്റിലോ എന്തെങ്കിലും ഇതിനു വേണ്ടി അവർക്ക് സംസാരിക്കാനുള്ള നട്ടലുണ്ടോ? ഈ പറയുന്ന സകലമാന പ്രതിസന്ധികളിലെ കേരളം പോകുമ്പം ഇനി അടുത്ത പ്രാവശ്യം അവർക്ക് ഈ പറയുന്ന സീറ്റുകളിലൊക്കെ വന്ന് മത്സരിക്കുമ്പം ഇനി വികസന കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇനി നിൽക്കുന്ന ആളെ താറടിച്ച് കാണിക്കുക. ഇതിനകത്ത് മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കിയാൽ നമ്മളിവിടെ എന്താ കഴിക്കുന്നത് നോക്കാതെ അവിടെ ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴാതെ അവരോട് നോക്കുന്നതായിരിക്കും അവർക്ക് ബുദ്ധിപരം എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ചോദ്യത്തിനകത്ത് വളരെ പ്രസക്തമായ കാര്യം ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ
ഈ എതിരാളികളുടെ സ്വപ്നം. അവർക്കത് നേരിട്ട് നടക്കാത്തത് കൊണ്ട് പിന്നെ അവർ കണ്ടുപിടിക്കുന്ന പുതിയ ചില കുതന്ത്രങ്ങളാണ് ഇതിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ പറ്റുന്നത്. അപ്പം ഞാനും അബു ജോൺ ജോസഫും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാർട്ടിയിലും മറ്റെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പോലും പി ജോസഫ് സാറിൻ്റെ മകനെന്ന നിലയിൽ പിന്നെ ചേർത്ത് പിടിക്കുക, മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്, എൻ്റെ കടമയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്കാരനെയാണ്. അപ്പോൾ ഈ അപ്പച്ചനോട് അബു ജോൺ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് നമുക്കൊരു പ്രൊമോഷൻ കൊടുത്ത പാർട്ടിയിലെ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് മോൻസ് ജോസഫാണ്. അപ്പോൾ ഇങ്ങനെ അന്ന് ടി വി കുർലാൻ ചേട്ടനായിരുന്നു പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്റർ, സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ. അതായത് ഇതിൻ്റെ താഴെയുള്ള ഒരു എന്ന് പറയുന്ന ഡെപ്യൂട്ടി ചെയർമാന്മാരുടെ മുകളിലുള്ള ഒരു പോസ്റ്റായിരുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു നമുക്ക് അബുവിനെ ഒരു സംസ്ഥാന കോർഡിനേറ്റർ ആക്കാം, കുർലാൻ ചേട്ടനെ അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം അപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പം എന്നെ പ്രൊമോട്ട് ചെയ്തൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ അപ്പച്ചന് താല്പര്യമില്ല. അപ്പം എന്നാൽ പിന്നെ നമുക്കൊരു 3 പേരെ വയ്ക്കാം, ഒരു 3 സംസ്ഥാന കോർഡിനേറ്റർമാരെ, അബുവും വേറെ 2 പേരെ കൂടെ വയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹമാണ് പറഞ്ഞത് ഒരു കാരണവശാൽ സാറേ അത് ചെയ്യരുത്, വെക്കുവാണെങ്കിൽ സിംഗിൾ പോസ്റ്റിലേക്ക് അബുവിനെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസ്ഥാന കോർഡിനേറ്റർ ആകാൻ പോകുവാണെന്ന് ഞാൻ അറിഞ്ഞത് തലേ ദിവസമാണ്. പക്ഷെ അത് ഈ ഒരു പാർട്ടിയുടെ ചർച്ച വന്നപ്പോൾ ഇത് അപ്പച്ചൻ എന്നോട് പറഞ്ഞതാണ്. മോൻസ് ജോസഫാണ് ഈ ഇൻസിസ്റ്റ് ചെയ്തത് ഈ ഒരു സിംഗിൾ പോസ്റ്റിലേക്ക് അബുവിനെ കൊണ്ടുവരണം. നമുക്ക് വേറൊന്നും കൊണ്ടല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിനൊരു ഗുണമുണ്ടാണ്. ഒരു കാര്യം സത്യമാണ്, ജോസഫ് സാറ് അബുവിനെ രാഷ്ട്രീയ രംഗത്ത് ഇപ്പം കൈപിടിച്ചുയർത്തി ഒരു സ്ഥാനങ്ങൾ കൊടുത്ത് കൊണ്ടുവരാനായിട്ട് അങ്ങനെയും ഇവർ ചില ആളുകൾ വിമർശനമായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ പിന്നെ വന്നത് എന്നെ ഇപ്പം ആക്രമിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞ് മോൻസ് ജോസഫ് എന്നോട് എന്തോ സ്നേഹം വലിയ സ്നേഹം വേറെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. മോൻസ് ജോസഫ് പി ജോസഫിന് വേണ്ടി ഇത്രയും കാലമൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇപ്പം പുള്ളീനെ കൈവിട്ടിട്ട് അബു ജോൺ ജോസഫിനെ പ്രൊമോട്ട് ചെയ്ത് പെട്ടെന്ന് പാർട്ടിയുടെ തലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ പറ്റും. ഇത് പാർട്ടി പ്രവർത്തകർ ജോസഫ് ഉരുപ്പാനല്ല, കേരള കോൺഗ്രസ് ഞങ്ങളോട് ഇരിക്കണമല്ല, അപ്പുറത്ത് നിൽക്കുന്നവർക്ക് വിഷമം. അപ്പം അവരിങ്ങനെ അത്തരം പല ഐറ്റം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവരുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തല പോഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് സ്വാഭാവികമായിട്ടും ഞാനൊരു കാര്യം അവരെല്ലാം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. കാരണം കേരള രാഷ്ട്രീയത്തിൽ പി ജെ ജോസഫ് സാർ മാത്രമാണ്, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മകനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നേതാവാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏക നേതാവ് പി ജെ ജോസഫ് മാത്രമാണെന്നുള്ളത് രാഷ്ട്രീയ സത്യമല്ലേ. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം പി ജെ ജോസഫ് സാറിന് അബു ജോൺ ജോസഫിനെ കൊണ്ടുവന്ന് ഒരു MP യോ ഒരു MLA ഒരു പാർട്ടിയോ ഭാരവാഹിയാക്കാനാണെങ്കിൽ എത്രയോ വർഷം മുമ്പ് നടക്കുമായിരുന്നു. എത്ര വർഷം മുടങ്ങും? എല്ലാവരും നടത്തിയില്ലേ? ഇവിടെ വലിയ വീരശൂര പരാക്രമികളായ ആദർശം പറഞ്ഞവരൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്തപ്പോഴും ജോസഫ് സാർ എന്താ പറയുക, ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അദ്ദേഹം 96 എന്നെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിക്കുന്നത്. KSCയുടെ പ്രസിഡൻ്റായി പി ജോസഫ് സ്വന്താഭാവെന്ന് മുദ്രാവാക്യം വിളിച്ചൊരു പാർട്ടിക്കാരൻ്റെ സ്ഥാനാർത്ഥിയാക്കി. അദ്ദേഹം അതിനുശേഷം എത്രയോ സന്ദർഭങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവിടെ ഒന്നും പിന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ലോക്സഭയിൽ ഇരിക്കുമ്പോൾ അത് രാജിവെച്ച് രാജ്യസഭ മേടിക്കുകയും രാജ്യസഭ ഇരിക്കുമ്പോൾ അത് രാജിവെച്ച് നിയമസഭയിൽ പോവുകയും അത് പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ രാജ്യസഭ എടുക്കുകയൊക്കെ ചെയ്യുന്ന കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ഭവനങ്ങളിലല്ലേ, ഇതൊക്കെ ഓരോ വീടുകളിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറപ്പഴയിലെ വീട്ടിൽ പി ജോസഫ് സാർ ഇതുവരെ അബു ജോൺ ജോസഫിനെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ ഒരു അധികാര കൈമാറ്റം നടത്താനോ ഇതുവരെ ശ്രമിച്ചില്ലല്ലോ. ഇതുവരെ ശ്രമിക്കാത്ത കേരള കോൺഗ്രസ് നേതാക്കന്മാരിൽ പി ജോസഫ് സാറ് ഞങ്ങൾക്ക് ഏറ്റവും ബഹുമാനത്തോടെ കാണാൻ പറ്റും. അപ്പം ഇനിയിപ്പം ഇപ്പം അങ്ങനെ നിൽക്കുന്നതിനിടയിൽ സാർ ഇപ്പോഴും ആഗ്രഹിച്ചില്ല. സാറ് എപ്പോഴും പറയുന്നൊരു കാര്യം, എല്ലാം നാച്ചുറലായിട്ട് സംഭവിക്കണം. സാർ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, നാച്ചുറലായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ആ രീതി നടക്കണം. അപ്പം ഞങ്ങൾ ഈ ചർച്ച ചെയ്തപ്പോൾ ഞാൻ സാറേ നാച്ചുറലായി ഇപ്പോൾ അബു വരേണ്ട സമയമായെന്ന് ഞങ്ങളാ പറയണേ. പാർട്ടി ഭാരവാഹികൾ ഞങ്ങൾ ബന്ധപ്പെട്ട കുറച്ച് നേതാക്കൾ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ സാർ പറഞ്ഞു അതിപ്പോൾ വേണ്ട. ഇപ്പോൾ ITM പ്രൊഫഷണലിൻ്റെ ഒരു സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് അബുവിന് അത് നാച്ചുറലായി കിട്ടിയതാണ്. അതുപോലെ പാർട്ടിയുടെ ഹൈപ്പോർ കമ്മിറ്റി വന്ന് നാച്ചുറലായി കിട്ടിയതാണ്. അപ്പം ജോസഫ് സാറിനോട് ഞങ്ങൾ പറഞ്ഞു ഇനി മുന്നോട്ടുള്ളൊരു കാലഘട്ടത്തിൽ, കാരണം തൊടുപുഴയിൽ പി ജോസഫ് സാർ പടുത്തുയർത്തിയൊരു വലിയ വികസന സാമ്രാജ്യമുണ്ട്. ജനാഭിലാഷത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരം നടത്തിയിരിക്കുന്ന തൊടുപുഴ അസംബ്ലി മണ്ഡലം. ഭാവി കാലഘട്ടത്തിൽ അതെല്ലാം സുരക്ഷിതമായി ജനനന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ദീർഘവീക്ഷണത്തോടൊരു കാഴ്ചപ്പാട് ഞങ്ങളുടെ പാർട്ടിയും കരുതണ്ടേ. അപ്പം അതിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നാളെ അബു ജോൺ ജോസഫ് കൂടി മുൻനിരക്കാരനായി വരിക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യമാണ്. അത് പി ജോസഫ് സാറിൻ്റെ ആവശ്യമല്ല. ഇപ്പം സാർ അങ്ങനെ ആഗ്രഹിച്ചില്ല, ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്.
ഞങ്ങളാണ് അബു ജോൺ ജോസഫ് കൂടി മുൻനിരക്കാരനായി വരേണ്ട സമയമായിരിക്കുന്നു, അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ആഗ്രഹത്തിനും ഞങ്ങൾ വെച്ച താല്പര്യത്തിനും സാറ് അവസാനം ആദ്യം എതിർത്തെങ്കിലും എതിർത്തതിന് ശേഷം സംഭവം തന്നു. ഈ വിഷയത്തിൽ നിന്ന് മാറി അല്ല, ഒറ്റ കാര്യമുണ്ട്, ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണെന്നും കലഹിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ആളുകൾ വേറും സ്വപ്ന ലോകത്താണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ ഏത് വാക്കുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ PJ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ കരുത്തുറ്റതാക്കി മാറ്റാൻ വേണ്ടി ഇപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പോലെ ടീം UDF എന്ന് പറഞ്ഞാൽ ടീം കേരള കോൺഗ്രസ്, അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മുഖമുദ്രയാണ്. പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും ഉണ്ട്. പാർട്ടി ചെയർമാൻ P. ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മുൻനിരക്കാരായി നമ്മുടെ PC തോമസ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട്. ഷെവലിയർ TU കുരുവിള നേതൃത്വത്തിൽ മുൻനിരക്കാരനായിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തെ MP, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം, അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം പറയേണ്ടതാണ്. കേരള കോൺഗ്രസ് യോജിക്കുമ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ പാർട്ടി യോജിപ്പിന് വേണ്ടി നിലപാടുകൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട. നാണി സാറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്ന നേതാക്കന്മാരെല്ലാവരും യഥാർത്ഥ കേരള കോൺഗ്രസ് PJ ജോസഫിനോടൊപ്പം ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പം ജോയി എബ്രഹാം നേതാക്കന്മാരെല്ലാം, അതെ, ജോയി എബ്രഹാം XMP, ഫ്രാൻസിസ് ജോർജ് MP, തോമസ് ഉണ്ണിയാടൻ, അങ്ങനെ എല്ലാവരും ഉള്ള നേതൃത്വത്തിൻ്റെ കൂടെ ഇപ്പോൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന നിലയിൽ അബു ജോൺ ജോസഫ് കൂടി ചേർത്ത് പിടിച്ച് മറ്റ് പാർട്ടി നേതാക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് P. ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ വളർച്ചയിലേക്ക് നയിക്കുക. ഇപ്പോൾ പാർട്ടി ഉണ്ടായിട്ട് 60 വർഷം, വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ കാലഘട്ടമാണ്. ഈ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസിനെ കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുവരാനും UDFന് ഗുണം ചെയ്യുന്ന വിധത്തിൽ പാർട്ടിയെ മാറ്റാനും ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അധ്വാനവർഗം, അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിക്കാരും സാധാരണക്കാരായ മനുഷ്യർ, കർഷക തൊഴിലാളികൾ, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും നാളുകളിൽ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ പാർട്ടിയെ കരുത്തുറ്റതാക്കി മാറ്റണം. ആ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഭിന്നത ഉണ്ടാക്കാനും വേർതിരിക്കാനും വേണ്ടി ശ്രമങ്ങളുമായി ഞങ്ങളുടെ എതിർ ചേരിയിൽ നിന്ന് വരുന്ന ആളുകൾ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി. ചെയർമാൻ പറയുന്ന, പാർട്ടി ചെയർമാൻ അപ്പച്ചൻ പറയുന്നത് ഡോഗ്സ് ബാർക്ക് ബട്ട് ദ കാരവൻ മൂവ്സ് ഓൺ. മാന്യ പ്രേക്ഷകരോടാണ് ഇനി പറയാനുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ യാതൊരു തരത്തിലുള്ള ചേരിപ്പോരുകളും ഇല്ല. അതിൻ്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ശ്രീ PJ ജോസഫിൻ്റെ മകൻ അബു ജോൺ ജോസഫും പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടുള്ള കടുത്തുരുത്തി MLA ശ്രീ മോൻസ് ജോസഫുമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. പത്രധർമ്മം എന്നാൽ പാദസേവയല്ല എന്നാണ് ഞങ്ങളുടെ പക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇവരെ രണ്ടുപേരെയും ഒരേ വേദിയിൽ കൊണ്ടുവന്ന് ഒരു കൂടിക്കാഴ്ച ഒരുക്കിയിരിക്കുന്നത്.